പൂജ പുഷ്പാഞ്ജലി 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 വയസ്സായ ചെറിയ വയസ്സായ ചെറിയ ഈ പൂവെള്ള ഉമ്മാണ്ടത്തിന്റെ പ്രതീകമായ ജാതീയത്തിനെ രാശിയിൽ വെക്കാൻ രോഗീയ രാശിയാണ് രോഗീയ രാശിയാണ് സമയത്തിൻ്റെ ഈശ്വരാധീനമുണ്ടോ അനുഭവിക്കല്ല ദേവതയെ
ഉത്സവമായി ആചരിച്ചു വരുന്ന ദേവിയുടെയും മധുരേവതാദികളുടെയും മറ്റ് ജ്ഞാതാജ്ഞാത സാന്നിധ്യങ്ങളുടെയും സാന്നിധ്യാദി ദ്വാദശഭാവ വിജ്ഞാനാർത്ഥം പ്രാർത്ഥിച്ചു വെച്ച അഷ്ടമംഗല പ്രശ്നം മകരപ്പോറിൽ മിഥുനം രാശി ഉദയസമയത്ത് മകരമാണ്. സ്വർണ്ണേനയം രാശി ഏത് രാശിയിൽ വെച്ചു അതാണ് നമ്മുടെ ആരൂഢ. അവിടെ ചന്ദ്രൻ്റെ സ്ഥിതിയുണ്ട്, ശനിയുടെ അംശമുണ്ട്. രണ്ടാമത്തെ രാശി കുംഭം, അവിടെ ശനിയാണ്. 3 ഗ്രഹങ്ങളില്ല, ചന്ദ്രൻ്റെ അംശകം. 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും വ്യാഴവും രാഹുവും നിൽക്കുന്നു. എത്ര വെട്ടേച്ച്? 15. താമ്പൂലാരൂഢമാണത്. അതായത് 15 വെട്ട വെച്ചു, അതിനെ 2 പെരുക്കി 30ആയി, 5 പെരുക്കി 51, 7 ഹരിച്ചു. അപ്പോൾ 140 കഴിഞ്ഞാൽ ബാക്കി 11-ൽ 7 പോയാൽ 4. സൂര്യൻ ചന്ദ്രൻ ചൊവ്വാൻ കിട്ടും. വ്യാഴം ബുധൻ താമ്പൂല ഗ്രഹമായതുകൊണ്ട് മേടൻ രാശി താമ്പൂല രാശിയായി. 5-ാം ഭാവം ഗ്രഹരഹിതം, അവിടെ വ്യാഴത്തിൻ്റെയും ഗുരുവിൻ്റെയും അംശം. പുഷ്ടാംഗരാശിയാണ്. അവിടെ ശുക്രൻ്റെ സ്ഥിതിയുണ്ട്, ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട്, ഉദയരത്നാംശമാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ ഭഗവത്തമാംശത്തിൽ നിൽക്കുന്നു. അവിടെ ബുധൻ കിഴക്ക് ഭാഗത്ത് തീ കത്തിച്ചു. 2 തീകളോട് കൂടിയ വിളക്ക് 2 ആദ്യം ഗുരുവിൻ്റെ വിളക്ക് കത്തിച്ചു, പിന്നെ ഗണപതി വിളക്ക് കത്തിച്ചു. പിന്നെ ഈ പ്രശ്നം വേണം വേണ്ട അല്ലെങ്കിൽ ആവാമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. ക്ഷേത്രാതീത പഞ്ചദാതികം അവിജ്ഞാതം ക്ഷേത്രമായ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ തത്വത്തിൽ ആലോചിച്ചു. കാലഘട്ടത്തിലൊക്കെ നമുക്ക് വിഷയന്മാരെ നേരിട്ട് സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, അതിനുള്ള പ്രാണി ഉണ്ടായിരുന്നു ഒക്കെ പറയാം. അല്ലേ, ദൈവത്തിനോട് നേരിട്ട് ചോദിക്കാം. അപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയും ധൈര്യം നമുക്കില്ല. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഗ്രഹരൂപി പരാത്പര ആകാശചാരികളായ ഗ്രഹങ്ങളുടെ വിഭേദങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ വേണ്ടി ശരീരത്തിന് ബ്രഹ്മാണ്ഡത്തിലെ സൂര്യനെ അടിസ്ഥാനമായ നക്ഷത്രഗ്രഹങ്ങളെ പോലെ തന്നെ ശരീരത്തിനും പറയുകയാണ്. എന്താണ്? പന്തക്ഷോത്രസാഗ പോലെ അങ്ങനെ ശരീരത്തിൻ്റെ 12 ഭാഗം രാശികളായി കണക്കാക്കി. മുദ്ധാസ്യകലാസ്കന്ധ ഹൃദയോദരവസ്തുദേശുഖ്യാനി കാലാത്മാത്മകം ആ രീതിയിൽ മനസ്സ് മുതലായ കാര്യങ്ങൾ കാലാങ്കാനി വരാംഗം ആനനമരോ ശുക്രോടവാസോ മൃതോ അങ്ങനെ 12 രാശികളായി കണക്കാക്കി. അപ്പോൾ ആ രീതിയിൽ മനുഷ്യ സദൃശമായ രീതിയിൽ ദേവതാ സങ്കല്പങ്ങളെയും ആ കാര്യങ്ങൾ നമുക്കറിയാം. സൂര്യൻ അച്ഛനാണ്, ശിവനാണ്. ചന്ദ്രൻ അമ്മയാണ്, ഭഗവതിയാണ്. ചൊവ്വ സഹോദരനാണ്, ഭദ്രകാളിയാണ്, സുബ്രഹ്മണ്യനാണ്. ബുധൻ അമ്മാവനാണ്, അറിവാണ്, അവതാര വിഷ്ണുവാണ്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഗ്രഹങ്ങളുടെ ഓരോ രീതിയിലുള്ളതായ കാരകത്വം. ഇവിടെ വെച്ച രാശി ആദ്യത്തെ രാശി കൊണ്ട് സാന്നിധ്യ ക്ഷേത്രബിംബാനി ലഗ്നേന ചിന്തയിൽ ആദ്യത്തെ രാശി കൊണ്ട് സാന്നിധ്യം ക്ഷേത്രം ബിംബം. രണ്ടാമത്തെ എന്താണ്? നിധി കോശധന, നിധി കോശം ഭണ്ഡാരം, വരുമാനങ്ങൾ, രക്ഷകന്മാർ, ഇതൊക്കെ 2-ാം ഭാവം. 3-ാം ഭാവം എന്താണ്? ചിന്തനീയ സ്ഥിതീയേന നിവേദ്യ പരിചാരകാല. ഇവിടുത്തെ നിവേദ്യാദി കാര്യങ്ങൾ, പരിചാരകന്മാർ, അവരൊക്കെ 3-ാം ഭാവം നീന്തി. 4-ാം ഭാവം എന്താണ്? ആസാദം, മണ്ഡപം, ഉപവേശനങ്ങൾ, ക്ഷേത്രപ്പുറത്തിൻ്റെ പ്രദേശങ്ങൾ, ഇതൊക്കെ 4-ാം ഭാവം കൊണ്ട്. ഉപദേവതകളെയും മറ്റും 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. സാന്നിധ്യം അഭിബിംബഞ്ച പഞ്ചമേന അഭിചിന്യത. സാന്നിധ്യത്തെയും ബിംബത്തെയും ബിംബവിശേഷങ്ങളെയും. എത്ര ബിംബമുണ്ട്? അർച്ചനാബിംബമുണ്ടോ? എഴുന്നള്ളിപ്പ് ബിംബമുണ്ടോ? പിന്നെ ഏകപേരാണോ, ബഹുപേരാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ട 5-ാം ഭാവമാണ്. 6-ാം ഭാവം കൊണ്ട് എന്താണ്? ക്ഷേത്രത്തിൽ കുറേ ശുദ്ധികളുണ്ട്. ശുദ്ധി ഉണ്ടെങ്കിൽ ശുദ്ധി ഉണ്ടാവില്ല അല്ലേ? ശുദ്ധിക്ക് പങ്ക് വരുമ്പോൾ ശുദ്ധിയായി. ശുദ്ധാശുദ്ധങ്ങൾ കാലികമായി എങ്ങനെ ബാധിക്കുന്നു? ശത്രുക്കൾ എങ്ങനെയുണ്ട്? ദേവൻ, ദേവി അവർക്ക്
അവരിലുള്ളതായ ശത്രുത അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അശുദ്ധി ശത്രുത ചോര, അമ്പലത്തിൽ കള്ളന്മാർ വരുന്നുണ്ടോ, കർക്കനുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലേ? ഏഴാം ഭാവം കൊണ്ട് എന്താണ്? ജനപതി, ഈ നാട്ടുകാരായ ജനങ്ങൾ, ഭഗവതിയുടെ മാല്യാദികൾ, ആഭരണങ്ങൾ, വിളക്ക് വെപ്പ്, മാല ചാർത്തൽ മുതലായ കാര്യങ്ങളൊക്കെ ഏഴാം ഭാവം ചെയ്യും. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ കാര്യം. സാന്നിധ്യം, മഹാസാന്നിധ്യം, മഹാനിവേദ്യം, പരിജനങ്ങൾ, അടിയന്തരക്കാര്യം മുതലായ കാര്യങ്ങൾ, അതിൻ്റെതായ ഉചിതമായ കാര്യങ്ങളാണെന്ത് അഷ്ടം ഭാവം കൊണ്ട് ജപിക്കുക. എന്താണ് വെച്ചാൽ അത് ജപിക്കുക. പിന്നെ ധർമ്മേണ പുണ്യം ക്ഷേത്രേശാണ്. 9ാം ഭാവം കൊണ്ട് പുണ്യകർമ്മങ്ങൾ, ക്ഷേത്രേശന്മാർ, ഉടമസ്ഥന്മാർ, അത് കർമാണി കർമ്മമാണ്. 10ാം ഭാവം കൊണ്ടാണ് ഇവിടുത്തെ ഉത്സവാദി കാര്യങ്ങൾ, ഇവിടുത്തെ പിന്നെ എന്താ പറയുക, പൂജ ചെയ്തു വരുന്ന ആളുകൾ, പാരമ്പര്യക്കാർ, അവരൊക്കെ പറയാം. 11ാം ഭാവം കൊണ്ടാണ് 11ാം ഭാവം കൊണ്ടാണ് പുണ്യകർമ്മങ്ങൾ, സുഹൃതകർമ്മം. സുഹൃതം ച ധനായാനമപ്യായേന. സുഹൃതം, നല്ല കർമ്മങ്ങൾ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമ്പത്ത് ധാരാളം വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ചെലവഴിക്കുന്നുണ്ടോ? ഇതൊക്കെ 11ാം ഭാവം ചെയ്യും. 12ാം ഭാവം എന്നതാണ് ധനനാശം, ആചാര്യ, ധനനാശത്തെയും ജയം, ആചാര്യന്മാർ, തന്ത്രി മുതലായ ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ 12 ഭാവം നമ്മൾ ചെയ്യുന്നില്ല. 12 ഭാവം എല്ലാ സന്ദർഭത്തിലും നമ്മൾ നിങ്ങളെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഏത് ഗ്രഹം എവിടെ നിൽക്കുന്നു ആ ഗ്രഹത്തിന് തുല്യമായ ഫലിതം. ഇതാണ് ഇതിൻ്റെ ഉപാധികൾ. ദേവപ്രശ്നത്തിൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അതാണ്. അതിലെല്ലാം വരുന്ന 12 ഭാവമായി. ഉച്ചരാശിയിലേക്ക് ആ ചൊവ്വ നോക്കുന്നുണ്ടല്ലോ, അല്ല ഉച്ചരാശിയിലേക്ക് ഉച്ചരാശ വംശകേ. ഒരു ഗ്രഹം തൻ്റെ ഉച്ചരാശിയിലേക്ക് നോക്കുകയാണ്. അത് ചന്ദ്രനെ നോക്കുകയാണ്. അങ്ങനെ ഒന്നെന്താണ് കീർത്തിപാലൻ, കോണീപാലൻ, കീർത്തിമന്ദൻ. കോണീപാലൻ ഈ നാടിനെ മുഴുവൻ പാലിക്കാനുള്ളതായ കഴിവ് ഭഗവതിക്കും. കീർത്തി, ഇവിടെ തൊഴുന്നവർക്ക് നല്ല പേരും പ്രശസ്തിയും. കുട്ടികളാണെങ്കിൽ നല്ല മാർക്കും, മുതിർന്നവരാണെങ്കിൽ ധാരാളം ദാനവും, കുടുംബ ഭദ്രതയൊക്കെ ചെയ്യാൻ, കീർത്തിയെ കൊടുക്കാൻ ഭഗവതി സന്നദ്ധയാണ്. പിന്നെയോ ധർമ്മത്തജോ അധകൃഷായ. ഈ അധ എന്ന് പറഞ്ഞാൽ അടിയാണ്, അടിഭാഗമാണ്. അപ്പോൾ ഈ ഭഗവതിയെ ഒരു ഉപാസകനായ വ്യക്തി മറ്റൊരു സങ്കേതത്തിൽ നിന്ന് ഉപാസിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നിലെ അടി അധക്കായി മറ്റൊരു സങ്കേതത്തിൽ നിന്ന് ഒരു ഉപാസകന്റെ കൂടെ ഈ ഭഗവതി എഴുന്നള്ളിട്ടുള്ളൊരു കഥയുടെ പിന്നിൽ ഉണ്ടാകുന്ന കഴിഞ്ഞു. കണ്ടാ ചെമ്പൂത്തറാറിന് എവിടെയാണത്? തൃശ്ശൂർ തന്നെയാണ്. അവിടെ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് സ്വരച്ചേർച്ച ഉണ്ടായി, അവിടെ തെറ്റി പിരിഞ്ഞ് സ്വരച്ചേർച്ച ഉണ്ടായില്ല കാരണം തെറ്റി പോകുന്ന ആര് വന്നു എന്നാ പറഞ്ഞു? ഒരു ഉപാസകൻ, ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഉപാസകൻ. സോമരാണോ? ഒരു വ്യക്തി പ്രമുഖനായ അങ്ങനെയാണ് പോകുന്നു. ഭഗവതി അവരുടെ കൂടെ പോകുന്നു. കല്ലാണോ വടിയാണോ നമ്മൾ നോക്കണ്ട. എന്തായാലും ആ ചൈതന്യതാണ് അധക്കായ കൃഷ. ഇപ്പോൾ മറ്റൊരു സങ്കേതത്തിൽ നിന്ന് അടിത്തട്ട് ഇവിടെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഭഗവതി വന്നിരുന്നതാണ്. ഇത് ചരരാശിയും കൂടിയാണല്ലോ. ചരരാശിയാണ്. അവിടെ ചന്ദ്രനുണ്ട്, ചന്ദ്രോദയം. അതിപ്പോൾ ഏതാണ്ട് ഒരു 50 വർഷത്തിൻ്റെ ഉള്ളിലാണോ? താഴെയല്ലേ? 1975, 1990, 2000 പിന്നെ ഈ രൂപത്തിലൊക്കെ ആക്കി പ്രശ്നത്തിലേക്ക് വരുന്നില്ല. അതല്ല ഞങ്ങൾ ആ ഒരു വിഷയത്തിലല്ലേ. 56 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നു. 30 വർഷത്തിനുള്ളിൽ നമ്മളെ ഇലക്ട്രിക്ക നടത്തി. അത് കഴിഞ്ഞിട്ട് അതാത് കാലങ്ങളിൽ 12 വർഷം തതോനു സംവത്സര അതാത് കൊല്ലങ്ങളിൽ
പോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ വേണം. അതാണ്. അപ്പോഴാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ നവീകരണ കലശം, ദ്രവ്യ കലശം എന്നൊക്കെ നമ്മളെ താന്ത്രിക വിഷയത്തിൽ അതിന് പേര്. പാവകൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഇടയിലല്ലേ? അതേതാ വല്ലതും അല്ല, അത് വേറെ. അത് ഈ നവകം പഞ്ചഗവ്യക്കല്ലേ? ദ്രവ്യ കലശമായിട്ടും പിന്നെ നവീകരണ കലശമായിട്ടൊന്നും ഉണ്ടായില്ല. ശരിക്കും ഒരു 12 കൊല്ലം കഴിയുമ്പോൾ ഒരു നവീകരണമൊക്കെ വേണം. അതൊക്കെ വേണം. അപ്പോഴാണ് ആ ചൈതന്യം നമുക്കിങ്ങനെ നാൾക്കുനാൾ വർദ്ധിച്ച് വരണം. നമ്മളെ ഈ ഉപാസകന്മാർ ആ ഉപാസനയ്ക്ക് അനുസരിച്ച് നമ്മളുടെ ചൈതന്യങ്ങൾ വർദ്ധിപ്പിക്കാവുന്ന കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ അകത്തിങ്ങനെ വർദ്ധിച്ച് വരുള്ളൂ. ആളുകൾ ഭക്തന്മാരുടെ കൂടല്ലേ? അതാണ് ദേവേ സ്വഭക്തജന ആനുജപുച്ഛയാർത്ഥം. അർച്ചോപാധിയിൽ വന്ന് തൊഴിലല്ലേ? ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ആ ചൈതന്യത്തിന് എന്ത് വരും? അത് അവരുടെ പിന്നാലെ കുറച്ച് പോകുന്നുണ്ടല്ലോ. നമ്മൾ വിഭാഷിക്കാശികമാരിനെ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? അതിനനുസൃതമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പോഷിപ്പിക്കണം. ചെയ്യണം. നിങ്ങൾക്കത് തോന്നുന്നു. നമുക്കിപ്പോൾ ഭൗതികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഗോപുരമുണ്ടാക്കണം, അല്ലെങ്കിൽ നടപ്പുരുണ്ടാക്കണം, കൊടിമരുണ്ടാക്കണം, അല്ലേ? മണ്ഡപം കയറ്റണം, പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കണം. അതൊക്കെ ഭൗതികമാണ്. അകത്തത്തെ കാര്യങ്ങളാണ്. അകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ, സ്പിരിച്വലായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഭഗവതിയുടെ ചൈതന്യം അപ്പോൾ അമ്പലം അല്ലെങ്കിൽ ആ ഉപാധികളൊക്കെ എന്താണ്? സ്ഥൂലമാണ്. പ്രാസാദോർച്ചാദ വിശേഷിതൃഷ്ടി അപ്പോൾ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉപാധി. ക്ഷേത്രവും ഉപാധിയും സ്ഥൂലവും, ചൈതന്യം സൂക്ഷ്മമാണ്. അപ്പോൾ ആ സ്ഥൂലതയാണ് ഈ കാണുന്നതൊക്കെ. സൂക്ഷ്മതയിൽ എന്താണ്? നമ്മുടെ അകത്തുള്ള ചൈതന്യമാണ്. നമ്മൾ കുടിവെച്ച് ആരാധിക്കുന്ന ആ മൂർത്തി എന്താണോ ആ മൂർത്തിയുടെ ചൈതന്യം. അതിന് ബിംബമോ ക്ഷേത്രമൊന്നും ആവശ്യമില്ല. ചില സ്ഥലത്ത് കണ്ടില്ലേ? ആലുക്കിലമ്പലം എന്നിട്ട് ആലേ ഉണ്ടാവുള്ളൂ. പാലക്കിലമ്പലം പാലേ ഉണ്ടാവുള്ളൂ. കുളങ്ങര ഭഗവതി കുളം ഉണ്ടാവുള്ളൂ. അമ്പലം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളില്ലേ? ഇല്ലേ? എന്താ പറയാ? അമ്പലം ആവശ്യമില്ല. ചൈതന്യം ഉണ്ടായാൽ നോക്കില്ല. അങ്ങനെ ഒരു അനവധി സ്ഥലങ്ങളുണ്ട്. വലിയ ക്ഷേത്രം ഞാൻ അപ്പം നിങ്ങൾ പോയിരുന്ന ഒരു ക്ഷേത്രത്തിൽ തൊഴുതു. അയ്യപ്പൻ, ആകമല അയ്യപ്പൻ. റോട്ടിലാണ് അമ്പലം. അത് വലിയ മഹാക്ഷേത്രമാണ്. കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി കാട്ടുന്ന അയ്യപ്പനാണെന്നൊക്കെ പറയും. ഇപ്പം അവിടെ പോണവരെല്ലാവരും പോകുന്നു. ചൈതന്യം വർദ്ധിച്ചു. എന്ന പോലെ ചൈതന്യ വർദ്ധനവിന് ദേഹകാരകനാണ്. ദേഹകാരകൻ. അപ്പോൾ ദേവിയുടെ ചൈതന്യമുണ്ട്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമുണ്ട്. സർവപ്രകോസി ഭഗവൻ. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ നമ്മുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ഉപാധിയിലേക്ക് തന്ത്രി ആവാഹിക്കുമ്പോഴാണെന്ത്? അർച്ചകസ്യ പ്രഭാവേന ശിലാസവതി ശങ്കര. ഈ കല്ല് ഒരു ശില്പി കരിങ്കല്ലിൽ കൊത്തിയെടുക്കുന്ന വിഗ്രഹത്തിൽ നമ്മൾ ആരോപിക്കുകയാണ്. എന്തിനെ? ചൈതന്യത്തെ. ഈ ഇദ്ദേഹത്തിൻ്റെ മൊത്തമൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരോടും കൂടിയാണ് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ആ ആരോപിക്കപ്പെടുന്ന ബിംബത്തിൽ ചൈതന്യം അതാത് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക കലയുടെ പേര് അക്ഷാവതാരത്വം. കല്യാണം കഴിയണോ, വിദ്യാഭ്യാസം വേണോ, ഗൃഹം വേണോ, അത് നേരിട്ട് പറഞ്ഞാൽ സൗഭാഗ്യ. പിന്നെന്താണ്? സൗഭാഗ്യകൃത അലസത്വം, ശീതത്വം. ഇത് രണ്ടും പറയാം. ഒരു പ്രത്യേക ഭാഗങ്ങളാണ്. അപ്പോൾ കാര്യങ്ങൾ വേഗമൊന്നും ഭഗവതി കേൾക്കില്ല കേട്ടോ. ഒറ്റവഴിക്കൊന്നും കേൾക്കില്ല. ധാരാളം ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ. അവിടെ ഭഗവതി കുറച്ച് സ്ലോ മോഷനാണ്. ദിവസേന ഇങ്ങനെ വന്ന് ഇയാൾക്കത് ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പാഞ്ഞാൽ ചെല്ലുമ്പോഴേ എനിക്ക് ഇന്നത് കിട്ടിയാൽ ഞാൻ അത്ര തരാമെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ നടക്കില്ല. സ്ഥിരമായി തൊഴുത് പ്രാർത്ഥിച്ച് പൂജിച്ച് ഭഗവതിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ. ശീതാലു ഇവിടെ വെള്ളമൊക്കെ ധാരാളമൊന്നുമില്ല അല്ലേ? എന്താ കമ്മിയൊന്നുമില്ല? മഴ പെയ്താൽ വെള്ളം വരിക? അതിക്ക് വരിക? ഈ ആദ്യം മഴ നനഞ്ഞിട്ട് ഇരുന്നേർക്കണം ഭഗവതി. അല്ല അത് വേറെ. ഇപ്പം ഭഗവതിയുടെ കാര്യമാവും. ഈ നിങ്ങൾ ആദ്യം കല്ലൊക്കെ പറഞ്ഞിട്ടില്ലേ?
അങ്ങനെ ആദ്യം കൊണ്ടു വെച്ചോ, വെയിലും മഴയും കൊള്ളുന്ന രൂപത്തിൽ കൊണ്ടുവന്ന് വെച്ചു. എത്ര കാലം അങ്ങനെ ഇരുന്നു? ഒരാൾ പറയും എത്ര കാലം അങ്ങനെ ഇരുന്നുണ്ടാവും? അല്ലേ, ഒരു കൊല്ലം വലിയ മഴകൾ കൊണ്ടിരുന്നു. ഒന്ന് പോരല്ലോ. ആ, എത്ര കൊല്ലം? അതെ, എത്ര കാലം കൊണ്ടിരുന്നുണ്ടാവും? അതിന്റെ അടുത്ത സ്ഥലം ഒരാള് തന്നു. പത്ത് സെന്റ് വേറെ അങ്ങനെ അതിനുശേഷം ഒരു 23 കൊല്ലം മുമ്പാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ ആയി. എനിക്ക് ശീതാലുവാ, മഴ നനഞ്ഞിരിക്കേണ്ട രൂപമാണ് ഇവിടെ വേണ്ടിയിരുന്നത്. ഇപ്പം അങ്ങനെ പുറത്ത് കാര്യമില്ല. അല്ല, ശീതാലു അല്ല, ശീതം തണുത്തിരിക്കേണ്ട ആളല്ലേ? തണുത്തിരിക്കേണ്ട ആളെ നമ്മൾ കോൺക്രീറ്റിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആവാ, അതിന് വിരോധമില്ല. അതിപ്പോ കല്ലല്ലേ എടുത്തു വെച്ചത്, അപ്പൊ ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതൊന്ന് കേമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ശീതാലു എന്നുള്ളത് കൊണ്ട് അതായിരുന്നു കൂടുതൽ മുപ്പത്തിയേർക്ക് ഇഷ്ടമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പുറത്ത് വേറെ ഉണ്ടാകുന്ന വേറെ കാര്യം. അടന സഞ്ചാരശീല. അടന എന്ന് പറഞ്ഞാൽ യാത്ര വന്നു. അടന സഞ്ചാരശീലാണ്. ഇത് എവിടേക്കാണ് ഭഗവതി എഴുന്നള്ളിക്കല്? നിങ്ങൾ എവിടേക്കാണ് എഴുന്നള്ളിക്കാറ്? ദേശം ചെമ്പൂത്രയ്ക്ക് പോയിരുന്നു ഇല്ല, ഇപ്പൊ ആദ്യം പോയിരുന്നില്ലേ? അന്വേഷണം പോയില്ല അല്ലേ? പിന്നെ ഇപ്പൊ എവിടേക്കാ പോക്ക്? ഇവിടെ വന്നിട്ടാണ് ഒരു ഹോട്ടലുണ്ട്. ഇവിടുന്ന് ഒരു 4 കൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിൽ അവിടെ സഞ്ചാരശീല ശരിക്കും വേണ്ടത്. ശരിക്കും വേണ്ടത് എന്താ? എന്തുകൊണ്ട് അല്ലല്ല, ശരിക്കും നമ്മുടെ ഈ ദേശത്തിന് പണ്ട് എവിടേക്കാ പോയിരുന്നെങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ. കാരണം അധിപതി ശരിയാവുമ്പോ ഈശനാണല്ലോ. ഈ ആദ്യം അവർക്ക് എവിടെ പോകുന്ന ആദ്യം പോയത് അല്ല, നിങ്ങൾ അവിടേക്ക് പോയിരുന്നു. അവിടെ നിന്നാണ് അങ്ങനെ ഒരു അലോഗ്യം വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വന്ന് ആ പൂരത്തിൻ്റെ അന്ന് ഇവിടെ കുറച്ച് അവിടുത്തെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഇവിടെ അവിടെ ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ഇവിടെ. പിന്നെ വർഷം പൂരത്തിന് ഒരാനിക്ക് പൂരം അങ്ങനെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നു. പിന്നെ 5 ആനിക്ക് വരെ പൂരം ഉത്സവം പറഞ്ഞാൽ മുപ്പാട് കൊടി അറിയാൻ എല്ലായിടത്തും വഴിപാടുകൾ ചെയ്യും. അതിനുശേഷം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതായത് പ്രതിഷ്ഠാദിനം വരുമ്പോ നമ്മള് ഈ ദേശവലത്ത് എന്ന് പറഞ്ഞ് ഇതിനെ വലം വെച്ച് ഓരോ ചുറ്റി ഇവിടെ വരും. അങ്ങനെ ദേശവലത്ത് വെച്ചിട്ട് ഭഗവതിനെയും കൊണ്ട് ആനപ്പുറത്ത് ചുറ്റി വരുന്നുള്ള പറയെടുക്കും. വീടുകളിൽ പോയി എടുക്കില്ല. ഇതിന്റെ ഫ്രണ്ടില് ദേശത്തിന് തന്നെ കുളിക്കുന്ന രീതിയിൽ ഓരോ പരിപാടികളും പിന്നെ ഗാനമേളകളും അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട്. ഗംഭീരമായ പരിപാടികൾ അമ്പലത്തിന്റെ ഭഗവതിയിൽ. പിന്നെ നമ്മള് ഭഗവതിയെ പാൽക്കണ്ണാടിനെ എഴുതി വെച്ച് കോമനായിട്ട് എങ്ങനെയും കൊണ്ടുപോകാറുണ്ടോ ചോദിക്കില്ല. തിരുവനിക്കാവ് ക്ഷേത്രത്തിലേക്ക് ചെന്ന് അവിടെ ഇറക്കി അത് രണ്ടിന് അങ്ങനെ ഭഗവതിമാര് തമ്മിലുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പൂജ കഴിഞ്ഞു. അതൊക്കെ നല്ല കാര്യം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്
അതൊന്നല്ല, അതൊക്കെ സംഭവിച്ചു, അതൊക്കെ നല്ല കാര്യങ്ങൾ. അതൊന്നല്ല, അതാണ് സഞ്ചാരശീല. ഈ ഭഗവതിക്ക് എവിടെയെങ്കിലും പോകണം. അമ്മ പറയണേ പിന്നെ വന്നിട്ട് അവര് കാണുന്നുണ്ട് ഇവര് കാണുന്നൊക്കെ സമ്മതിച്ചു. അമ്മ എവിടെയെങ്കിലും കൊണ്ടോണ്ടേ അല്ലേ? അമ്മ അവിടെ അങ്ങനെ ഇരിക്കുക. അതെന്താ കൊണ്ട് പ്രതിഷ്ഠാദിനത്തിന് പ്രായോഗികമല്ല. പൂര ദിവസം ഒരു എഴുന്നള്ളിപ്പ് ഇവിടുന്ന് മറ്റേ ഇടപ്പൂരങ്ങൾ വരുമ്പോൾ വരുന്നതിന് മുമ്പേ ഭഗവതിയെ ഒന്ന് പുറത്ത് എഴുന്നള്ളിച്ച് ഇവിടെ തന്നെ ഒരു പ്രദക്ഷിണത്തെ നടത്തി കോമര അരിയെറിഞ്ഞ് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ശരിക്കും എന്തുകൊണ്ട് ഈ വരവ് പൂരങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ സമാജം അതാണ് വരവ്. പുറത്തേക്ക് പുറത്തായി ഗോകുലനട പുറത്തുകൊണ്ടല്ല. അവിടുന്ന് പറ വെച്ചിട്ട് അവിടുന്നാണ് കൊണ്ടുവരാം. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം എന്തുണ്ടായി അത് വേണമെന്ന് കണ്ടിട്ടില്ല. നമുക്കൊരൊറ്റ അടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാൻ ചെയ്യാൻ പാടില്ല. ഭഗവതി അങ്ങനെ പോയിപ്പോയി. നമ്മൾ ടോർച്ചടിക്കുന്ന മാതിരിയാണ് ദേവി ചൈതന്യം. കൊല്ലം കൊണ്ട് പറഞ്ഞു, മറ്റേത് അവിടെ വന്നു, അടുത്തെല്ലാം ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് കൊടുത്തു. അത് പറ്റില്ല. അത് നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആനകൾക്ക് പോകാനായിട്ടുള്ള ഇതിനൊക്കെ പെർമിഷൻ തരാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എഴുന്നള്ളിപ്പാക്കി പറ്റി. പിറ്റേ ദിവസം രാവിലെ ആറാട്ടിന് കൊണ്ടു. അതല്ല ഭഗവതിയെ ആ ദിവസം നിങ്ങൾ തുടക്കത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പേ എവിടെ നിന്നാണോ തൊട്ടി പുറപ്പെട്ട് പോയി താലം നിരന്തമെന്ന് പറയില്ല. അത് നമുക്ക് താലം കത്തിക്കില്ല. പ്രതിഷ്ഠാദിനത്തിന്റെ ചടങ്ങ് മുഴുവൻ ഇവിടെ നടത്തേണ്ടതാണ്. എവിടെ? അമ്പലത്തിൽ പിറന്നാളല്ലേ? അന്ന് എവിടേക്കും തുറന്നു പോയില്ല, വീട്ടിലിരുന്നാൽ മതി. മറ്റേതാണല്ല, ഉത്സവമാണ്. ഉത്സവം എന്താ? ശവം നല്ല സന്തോഷമാണ്. ശവം സന്തോഷമാണ്. വിസർജനം നമ്മൾ വലുതാക്കുകയാണ്. എന്താണോ ഏത് കാലത്താണോ ഈ പറഞ്ഞ മറ്റൊരു ദേവീ സങ്കേതത്തിൽ നിന്ന് ദേവിയെ, അതിനൊക്കെ നിയമങ്ങളുണ്ട്. ശരിക്കും തന്ത്രശാസ്ത്രത്തിൽ പറയാണ്, ശരിക്ക് ശംഖ് വിളിച്ച് ഇന്ന് ഇറങ്ങുമ്പോൾ ശംഖ് വിളിക്കണം, ശംഖ് വിളിക്കണം. പിന്നെ ചങ്ങല വിളക്ക് വേണം, കോമരം വേണം, താലം വേന്തിയ വനിതകൾ വേണം, ഡക്ക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക വേണം, മദ്ദളം വേണം, പിന്നെ ചേങ്ങല വേണം. എന്നിട്ട് കോമരത്തോടു കൂടി പോയി കോമരം വെട്ടിച്ചുറ്റി വളക്കെടുത്ത് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അവിടുന്ന് തിറമ്പ് തരണം. എന്നിട്ട് എന്ത് വേണം? ജയ ജയ ആരവങ്ങളും മുത്തുക്കുടകളോട് കൂടി. ഈ മുത്തുക്കുടയാണ് ആനപ്പുറത്തിരിക്കുന്നത്. ഭഗവതിക്കാണ് ഈ കൊട, അല്ലെങ്കിൽ ആനപ്പുറത്തിരിക്കുന്നവർക്ക് വെയിലുള്ളതായിരിക്കാൻ അല്ലാത്ത കൊട. അവിടുന്ന് എന്ത് ചെയ്യണം? ജയ ജയ ആരവങ്ങളോട് കൂടി ഭഗവതിയെ കൊണ്ടുവന്ന് തിരിച്ച് ദീപാരാധന സമയത്തോ തിരിച്ചു വരുന്നത്. അതാണ് അവിടെയാണ് അടന, അവിടെയാണ് മുഖത്വം. ആ മുഖത്വമാണ് ഇപ്പോൾ ഇവിടെ. അത് അങ്ങോട്ട് പോയി. അപ്പോൾ ഭഗവതിക്കൊന്ന് അങ്ങോട്ട് പോകണം തോന്നുന്നുണ്ട്. അടുത്ത കൊല്ലത്തെ ചോദിക്ക് അന്ന് എവിടേക്കാണോ കൊണ്ടുപോയത് അവിടെ എവിടെ വെച്ചാ അവിടെ ഇവിടെ എനിക്കറിയില്ല. ആ അമ്പലത്തിൽ പോവുക. ഇവിടുത്തെ സമ്പ്രദായ പ്രകാരം ഇവിടെ ഈ തൃശ്ശൂർ മണ്ണുത്തി ദേശക്കാരെ എങ്ങനെയാണോ, അല്ല അത് നമുക്ക് ആലോചിച്ചുകൊണ്ട് അവിടുന്ന് അതായിരിക്കും ദേവിക്ക് ഉത്തമം അല്ലേ? അത് വേണമെന്നാണ് പിന്നെ അത് മാത്രല്ല യാത്രാസ്ഥാനത്ത് ചൊവ്വ നിൽക്കുക. ശരി, അങ്ങനെ പുറപ്പെട്ട് നിൽക്കണം. അവിടെ കുളം ഉണ്ടോ? ശരിക്കും അവിടെ പോയി വരണം. പിന്നെ അവിടെ ആറാട്ട് വേണം. എന്താ വെച്ചാൽ അവിടുത്തെ ഉത്സവം എന്താ വെച്ചാൽ അത് നിങ്ങളായിട്ട് ബന്ധമില്ല. ഇവിടെ ഇത് വന്നപ്പോൾ ശർക്കര മാതിരിയാണ്. ശർക്കര മുറിച്ച് വെച്ചാൽ അതിനും മധുരം ഉണ്ടാവും. അത് പിന്നെയും പൊട്ടിച്ചാൽ അതിനും മധുരം ഉണ്ടാവും. അത് പിന്നെയും പൊട്ടിച്ചാൽ അതല്ലേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അതാണ് ദേവിക തരുന്നതാണ്. ഓരോ കദളിപ്പഴം മുറിച്ചാൽ നോക്കൂ,
ആ ഒരു ലേശത്തിലും കൂടി ആ മണം ഉണ്ടാവും. കടക്കിൽ മണം കമ്മി അല്ലേ? ശർക്കര അങ്ങനെ തന്നെയല്ലേ? അങ്ങനല്ലേ? ആധുനിക സയൻസും മറ്റേ സയൻസും തമ്മിൽ വ്യത്യാസം എന്താണ്? ആധുനിക സയൻസിൽ നിന്ന് നമ്മളിപ്പോൾ 1/2 ലിറ്റർ പെട്രോളിൽ നിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? മരുന്ന് കുപ്പി കൊരട മരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ജപിക്കുന്ന നാമം എന്താണ്? പൂർണ്ണസ്യ പൂർണ്ണമാതായ 100 തവണ നാമം ചൊല്ലിയാൽ ശക്തി കൂടുകയാണ്. അങ്ങനെയാണ് ഒരു വെള്ളത്തിന് എത്ര വേണമെങ്കിലും കത്തിക്കാം. അപ്പോൾ ചെറുകുളങ്ങര അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇറക്കി കടമ്പ് കയറ്റി കൊണ്ടുവന്ന് താലം ചെരിയണം. അത് ഈ ദേവിന് എங்கே അവിടെ ആ കുളത്തിന്റെ പ്രാധാന്യം പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് ഉണ്ടാവില്ലോ. ഓ അല്ല ഈ പ്രദേശത്തൊന്നുമില്ല, അവര് അമ്പലത്തിൽ മാത്രമേ നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് എന്റെ ശരീരത്തിലെ മാംസവും രക്തവും ഞാൻ കൊടുക്കണം. അതാണ് ഇതിന്റെ പിന്നിലുള്ള തത്വം. ശരീരം ഞാൻ തോറ്റമ്പാട്ട് എന്ന് പറഞ്ഞത് 18-ാം നാഴികയ്ക്കാണ്. പൂരം ഇവിടെ എഴുന്നള്ളിച്ച് 1 മണിക്ക് വരുമ്പോ ഇവിടെ കുമ്പളങ്ങി വെട്ടി കൊടുക്കും. 2-3 കൊല്ലായിട്ട് ഇല്ല. ഇല്ല, അതുണ്ടാവണം. കുമ്പളങ്ങ നാളികേരൊക്കെ ആവട്ടോ. അല്ല അതൊന്നും പറഞ്ഞു പറ്റില്ല, അത് പറ്റില്ല. കോഴിയുടെ കാര്യങ്ങളും ഇതൊന്നും ഒരു 10-30 പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ല നമുക്ക് ഈ പറഞ്ഞ ഈ സാധനം ഈ പറഞ്ഞ കുമ്പളങ്ങ ഹോട്ടലും ഇതാണ്. ഇപ്പൊ അതും ഇല്ല. അതിപ്പോ ഒരു വേണം 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 3 വർഷമായിട്ടില്ല. മൃഗബലിയല്ല ഉദ്ദേശിക്കുന്നത്. ശബരിമലയൊക്കെ ഉണ്ടേ. പള്ളിക്കുറുമ്പ് കഴിഞ്ഞ് രാവിലെ പശുക്കുട്ടിയുടെ ശബ്ദം കേട്ട് ഉണരുകയാണ് ദേവൻ. ഇത് വലിയ അമ്പലങ്ങളിൽ കൂടി ഉണ്ട്. പക്ഷെ ചെറിയ അമ്പലങ്ങൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. 18-ാം നാഴികയ്ക്ക് പൂരം കൊട്ടി കഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി എന്ത് കുഷ്മാണ്ഡി ബലി, കുഷ്മാണ്ഡം, വൈദിക കുഷ്മാണ്ഡം വേറെ കേട്ടോ. ഇതിൽ കുമ്പളങ്ങ വെട്ടുന്നു, നാളികേരം വെട്ടുന്നു. എന്താ വെച്ചാൽ ആ ക്രിയ ചെയ്യണം. അത് നിർത്താൻ പാടില്ല. അതാണ് സത്വാധിക. അപ്പം ഇവിടെ സാത്വിക, രാജസ, താമസ, ഇത് 3 ഇവിടെ ഉണ്ട്. ഒന്നുകൂടി പറയാം. സാത്വികം തന്ത്രി പൂജ, അല്ലെങ്കിൽ ഭാഗ്യസൂക്തം, ഐകമത്യ സൂക്തം, സഹസ്രനാമം, വേദമന്ത്രങ്ങൾ, അതൊക്കെ സാത്വിക. തീർത്ഥം തളിക്കുന്നു, ഗണപതി ഹോമം നടത്തുന്നു, അതൊക്കെ സാത്വിക. രാജസമാണ് ഈ പറഞ്ഞ എഴുന്നള്ളിപ്പ് മുതലായ കാര്യങ്ങൾ. താമസാകുമ്പോഴത്തേക്കും ഗുരുതി, വെളിച്ചപ്പാട്, വെട്ട്. ചില സ്ഥലത്തൊക്കെ വെളിച്ചപ്പാട് വെട്ടാറുണ്ട്. ഈ വെളിച്ചപ്പാട് വെട്ടുക വെട്ടരുത് കേട്ടാ, ഇനി വെട്ടരുത്. ഈ ചില കോമരങ്ങളെ അത് പ്രത്യേകം ചിന്തിച്ച ആൾക്കാർ അത് ചെയ്യാറുണ്ട്, കാണിക്കും. അത് ഇത് കമ്പലാണ്, ചോര ചാടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭദ്രകാളി ക്ഷേത്രമാണ്, അതൊക്കെ ഉണ്ടായിരുന്നൊക്കെ വരും. ചില സ്ഥലങ്ങളിൽ ഈ കളമ്പാട്ട, കാരികവധം. ചില സ്ഥലങ്ങളിൽ ഭദ്രകാളിയുടെ പാട്ട്, കളമെഴുതിപ്പാട്ട്, കുറിപ്പ് ചെയ്യുന്ന കളമെഴുതിപ്പാട്ടുണ്ട്. അല്ലാതെ ഭദ്രകാളിയുടെ പാട്ട് നടത്താൻ ഇവിടെ എങ്ങനെ പതിവ്? തോറ്റമ്പാട്ട് അത് നടത്താറുണ്ടല്ലേ? കണ്ടോ? ആരാ ഇവിടെ തോറ്റത്തിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാ? ആരാ? ആ കോമരം അല്ല, പാട്ടുകാരെ എടുത്തു തരാം. പാരമ്പര്യക്കാരാണല്ലേ? എനിക്ക് തോറ്റം എന്ന് പറഞ്ഞ വാക്ക് സ്തോത്രം എന്നുള്ള സംസ്കൃത പദം ലോപിച്ചതാണ്. സ്തോത്രം അത് സ്ഥാ പോയി, ത്രം എന്നുള്ളത് ചെന്നായി, ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് എഴുതി ശരിയേട്ടാ, 6 വെട്ടിയാൽ മതി, തോറ്റായി. ഗാനമേള നടത്തുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ റോള്? ഇദ്ദേഹം റോളുണ്ടോ? അദ്ദേഹമാണ് ഇല്ലേ? നേരെ മറിച്ച് ഭഗവതി ഈ കളത്തിലേക്ക് വരികയാണ്. എന്തിലൂടെ? കോമരം പറയാറില്ലേ? അയ്യപ്പാട്ടിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രഭാരന്മാർക്കൊക്കെ അറിയാം. കോമരം കുളിച്ചു വന്ന് അഴകോടെ തച്ചുകൊടുത്തതാണ്. കോമരം കുളിച്ചു വന്ന് കുളിക്കണം, പൈപ്പിലെങ്കിൽ പൈപ്പിൽ കുളിക്കണം കേട്ടോ. തച്ചുകൊടുത്ത് അരമണി ചെലമ്പൊക്കെ അണിഞ്ഞ് അല്ലേ, വാളെടുത്ത് താളം ചവിട്ടുന്ന ആരറിയ ഈ താളം? ആരാണ്? ഭഗവതിയാണ്. ആ താളം ചവിട്ടി അതിൻ്റെ താളം മുറുകി ആ നൃത്തം അവസാനിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ആള് എന്ത് ചെയ്യും? അരിമണി കൊടുക്കും. ആ അരിമണി എറിയും. ആ അരിമണി നമ്മുടെ ശിരസിലൊന്ന് വീഴണം, ഒരു ധരിക്കണം. അതാണ് ശരിക്കും എന്ത്
ഉത്സവം നിങ്ങളവിടെ കലാപം അല്ല മറ്റു കലാപരിപാടി നടത്തി, ഇവിടെ കൂത്ത് നടത്തി, ഇവിടെ കൂടിയാട്ടം നടത്തി, അത് വേറെ വിഷയം. അത് കൊല്ലം വന്ന ആളല്ല അടുത്ത കൊല്ലം ഉണ്ടാവുക. കൊല്ലം പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലം കൂത്തുകാരൻ വന്നു, ആരോട് ഇന്ന കഥ പറയണം നമ്മൾ പറയുമോ? ആർക്ക് ഇഷ്ടമുള്ള കഥ അയാൾ പറഞ്ഞു പോകും. കൂടിയാട്ടം നടത്തി, കഥകളി നടത്തി, കഥകളി ഗംഭീരായ കളി, മോഹിനിയാട്ടം, ഭരതനാട്യം, എന്താ നടക്കുള്ളൂ. പക്ഷെ അതൊക്കെ വ്യത്യസ്തമാണ്. ഇതല്ല, ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ നടത്താം കേട്ടോ. പാട്ട് എത്ര മണിക്കാണ് തുടങ്ങുക? ദീപാരാധന കഴിഞ്ഞ് ഇതല്ലേ? നിവേദ്യ കഴിഞ്ഞിട്ടല്ലേ? അത് കഴിഞ്ഞ കലാപരിപാടി നടത്താലോ? അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പാട്ടും ദീപാരാധന കഴിഞ്ഞാൽ നമുക്ക് കലാപരിപാടി. എന്താ ചേച്ചി? ഗാനമേള, ഭക്തി ഗാനമേള. പിന്നെ നമ്മൾ ഉത്സവത്തിലേക്ക് കടന്നു എന്നാണ് എൻ്റെ അറിവ്. ഉത്സവം എന്ന് പറഞ്ഞാൽ അല്ലേ മേശാന്തി? എല്ലാവരും കൂടി പറയാ, പേരുണ്ട് കേട്ടാ. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം എല്ലാവരും കൂടി ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അതിന് നല്ല ഫലം കിട്ടും. ഒരാൾ ചക്ക എന്ന് പറഞ്ഞാൽ മറ്റേ തേങ്ങ എന്ന് പറഞ്ഞാൽ പോയി. എന്ത് ചക്ക പ്ലസ് തേങ്ങ എന്താണ്? 0 ആണ്. നേരെ ചക്ക പ്ലസ് ചക്ക എന്തായി? വലിയ ചക്കയായി. അപ്പോൾ ഭഗവതിയുടെ കാര്യം, നമ്മുടെ വീട്ടുകാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം. ഭഗവതിയുടെ കാര്യം പറയുമ്പോൾ ഒരാൾ നല്ലത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നന്നായി എന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് ഇഷ്ടമാണ്. ഒരു പൂജ നടത്തുമ്പോൾ സാന്നിധ്യ, വിത്ത, പരിചാര, വാഹ, ബിംബ, വിദ്വേഷ, സാന്നിധ്യം, ഭഗവതിയുടെ ചൈതന്യം അല്ലെ ദേവചൈതന്യം, വിത്ത അതിനുള്ള സാന്നിധ്യ, പരിചാരകന്മാർ, ഒരാൾ ഇല മുറിച്ച് കൊടുത്തു, ഒരാൾ വെറ്റിലെടുത്ത് കൊടുത്തു, ഒരാൾ അരി കഴുകി, ഒരാൾ ശർക്കര കൊടുത്തു, അതല്ലേ എല്ലാവരും കൂടി പൂജകൾ നന്നാവണം. പൂജക്കാരന് നല്ല സന്തോഷമായിട്ടിരിക്കണം. ബിംബം, ബിംബോപാധി നന്നാവണം. വിദ്വേഷം എന്ന സാധനം നമ്മൾ തമ്മിൽ എന്താ നാട്ടുഭാഷ പറയുക? ഞങ്ങളവിടുത്തെ പോട്ടാപ്പൊട്ടി എന്നാ പറയാം. ഇവിടേക്ക് എന്താ നമ്മൾ തമ്മിൽ ഐക്യതക്കുറവുണ്ട് എന്നാണ് ഭഗവതി പറയണതാണ്. എനിക്കറിയില്ല കേട്ടോ. പിടിവലി രാശിയാണ്, മാനും മുതലും കൂടിയാ. മകര രാശിയുടെ സ്വഭാവം എന്താ? മക്രയേണം ദുർഗാസി. അപ്പൊ മാൻ എന്ത് ചെയ്യണോ? മാൻ കാട്ടിലേക്ക് ഓടുക. മുതലെന്താണ്? മാനിന്റെ കാലിൽ പിടിച്ചു. ഇത് അങ്ങനെ പോകാൻ പറ്റേ, അന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പിടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കില്ല. അപ്പൊ അത് ഭഗവതിക്ക് ഇഷ്ടമല്ല. അഗമ്യജരാംഗന സുരത, അഗമ്യ, ഗമിക്കാൻ അർഹതയില്ലാത്തതെന്ന് അർത്ഥമുണ്ട്, അനാഗതാർത്ഥമാണെന്ന് അർത്ഥമുണ്ട്, അമൈഥുനാർഹനാരി. എന്തായാലും നമ്മൾ ഭഗവതിക്ക് ചെയ്യുന്ന കർമ്മം സന്തോഷത്തോടു കൂടിയല്ലേ എന്ന് നമ്മൾ പരസ്പരം എല്ലാവരും ഒരു ചിന്ത നടത്തിയിട്ട് ചെയ്യണം. ഒന്നും മുടക്കുകരുത്, ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്നത് വേണം, ഞാൻ 10:45 വരുള്ളൂ, നട തുറന്നേക്കണമെന്ന് പറയാൻ പാടില്ല. 10:30 നട അടയ്ക്കും, 5 മണിക്ക് തുറക്കും, 5:30 തുറക്കും. ഒരു ആൾ വരാൻ വേണ്ടിയിട്ട് തുറന്നേക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തമ്മിൽ ഐക്യത. ഭക്തന്മാർ എത്ര വലിയനായാലും ഭഗവതിന് മുമ്പിൽ ആ ഒരു എന്താ പറയുക, ഒരു ഏകീഭാവം എന്നാണ് പറയുക, തന്മയീഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അത് വേണം. അതിവിടെ കുറച്ച് കഷ്ടിയാണ്. ഇവിടെ ശരിക്ക് എന്താണ്, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയും, ഒരാൾ മഴുവിനും ഒരാൾ കൊഴുവിനും മേടിയെന്നാണ്. അപ്പോൾ അമ്പലമൊക്കെ നന്നാവും, പക്ഷേ അതിൻ്റെ ഫലം വേണ്ടത്ര കിട്ടില്ല. ആ പരസ്പര വിരോധം ഉണ്ടെന്ന് ഭഗവതി പറയണം. ഇത് കൊണ്ടാട്ടതയാണ്, മതമെന്നതൊക്കെ കൊണ്ടാട്ടതയാണ്. കുറേ ദിവസം പൈറ്റ് കൊണ്ടാട്ടവും ചക്ക കൊണ്ടാട്ടമൊക്കെ കൊടുത്തു നോക്കി, വ്യത്യാസം പറയും കൊണ്ടാട്ടത്തിലാണ്. ഒരു മകൻ എന്തപ്പോൾ അമ്മ അങ്ങനെ പറയാൻ കാരണം? ഏതായാലും ഊണയ്ക്കുന്ന നേരത്തെ ഒരു മകനെ ചേച്ചി മുമ്പിൽ ചെന്നു, അടുത്തിരുന്നു. ഊണയ്ക്കല്ലേ? കൈ കഴുകിയോ? ചോറ് കൊണ്ടട്ടെ, കൂട്ടാൻ എന്താ വേണ്ടത്, നീ വേണമെന്നൊക്കെ ചോദിച്ചു. അന്ന് അമ്മ പറഞ്ഞതാണ് ഇന്ന് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് എന്താ കൊണ്ടാട്ടം ആവശ്യം? അടുത്തിരുന്ന് മറ്റു മരോളം എന്ത് ചെയ്യും? ചോറൊക്കെ അവിടെ ചെറുപ്പം ഒപ്പത്തിൽ സീരിയൽ കണ്ടോണ്ടിരിക്കും. ആ കൊണ്ടാട്ടം അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഈ കൊണ്ടാട്ടം വേണം. അടുത്തിരുന്ന് വെള്ളത്തി കൊടുത്ത് സന്തോഷിപ്പിച്ച്, കൈ കഴുകാൻ വെള്ളം കൊടുത്ത്, എക്കിട്ടെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്ത്, എങ്ങനെയാണോ സ്വന്തം വീട്ടിലെ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. ലളിതാ സഹസ്രനാമം ചെല്ലുന്നവർക്ക് അറിയാം. എങ്ങനെയാ ലളിതാ സഹസ്രനാമം തുടങ്ങുന്ന ആദ്യത്തെ എന്താ? എന്താ മാതാ എന്ന് പറഞ്ഞ അർത്ഥം? മാതാവിന്റെ കുടുംബത്തിൽ ഭഗവതി, വൈജ്ഞാനിക ഭഗവതി എന്നല്ല എൻ്റെ അർത്ഥം. എന്താ അർത്ഥം? മാതാ, എൻ്റെ അമ്മ. വെങ്കടാനന്ദ സ്വാമി പറഞ്ഞു, കൺസിഡർ മാതാ ആസ് യുവർ ഓൺ മദർ. എന്നെ ഗർഭം ധരിച്ച് എന്നെ ഏറ്റി നടന്ന് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് ഭഗവതി. അതാണ് പറഞ്ഞത്. അപ്പൊ
അപ്പൊ എങ്ങനെയാണോ സ്വന്തം പുത്രൻ അമ്മയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണോ അമ്മയെ സന്തോഷിപ്പിക്കേണ്ടത്, അങ്ങനെ ആയിരിക്കണം ദേവി ഉപാസന എന്നാണല്ലോ. അതാ നമ്മളെ ആ പ്രമാണിത്തം. അപ്പൊ ഞങ്ങൾ 5 ആന മേടിച്ചു. ഞാൻ മേടിച്ച ആന ഏത് ചിക്കോട്ട് രാമേന്ദ്രനോ അല്ലെങ്കിൽ ശിവകുമാറോ ആനയിക്കോട്ടെ, ഈ ആനയെ ഇവിടെ നിർത്തുന്നത് പറയരുത് അല്ലേ? അതേമാതിരി മേളക്കാരുടെ ഇടയിൽ ഞാനൊരു മേളക്കാരനെ കൊടുന്നു, ഇയാളൊരു മേളക്കാരനെ കൊടുന്നു, പോയില്ലേ? ആ അതിലൊരു സമ്പ്രദായമുണ്ട്. ഇപ്പൊ വെളിച്ചപ്പാടന്മാർ പല സ്ഥലത്ത് എന്തെങ്കിലും കോവരങ്ങളുണ്ടാവും. അതിലെന്താണ് അവർ തീരുമാനിക്കും, അതിനൊരു സമ്പ്രദായമുണ്ട്. അപ്പൊ മേളം കൊട്ടുകയാണ്, ഒരാൾ പഞ്ചാരി ഒരാൾ ചമ്പടി കൊട്ടി ശരിയാവും അല്ലേ? ആ മേളം പ്രമാണി ചോദിക്കുന്നത് ഇതവിടെ എന്താ മേളം പതിവൻ, എത്രാം കാലം മുതലാ പതിവൻ, എത്ര ചെണ്ടയെ കൊട്ടാറ് എന്നാൽ അതിനനുസരിച്ചുള്ളവർ വന്നിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഉറപ്പായി കോഴായി പഞ്ചവാദ്യം തന്നെ. അപ്പോ ശ്രീമാത ആചാര്യസ്വാമി പറഞ്ഞില്ലേ തസ്മൈ ജനന്യൈ നമഃ. എന്താണ് ആചാര്യസ്വാമി പറഞ്ഞത് കേട്ടാൽ നമുക്ക് മറ്റൊന്നും തിരിച്ചു പറയാനില്ല, ഒരു സ്വാമിക്കും പിന്നെ ഒന്നും പറയാനില്ല. എന്താണ് ഏറ്റവും വലിയ തസ്മൈ ജനന്യൈ നമഃ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞത്? ധാതും നിഷ്കൃതി മുന്നതോ വിതനയ തസ്യൈ ജനന്യൈ നമഃ. മകൻ എത്ര പ്രഗത്ഭനായാലും ഈ അമ്മയോട് അമ്മ 10 മാസം ഏറ്റിയ കൂലി കൊടുക്കാൻ പറ്റിയാണ് ആ അമ്മേനോട് ഇരിക്കണം. അതുകൊണ്ടുകൂടിയാണ് പല ക്ഷേത്രങ്ങളിലും അമ്മയെ പ്രതിനിധാനം ചെയ്യുന്ന കണ്ണാടി ബിംബത്തിലാവും പ്രതിഷ്ഠ. ഇവിടെ എങ്ങനെയാ സ്വരൂപമായിട്ടാണ്? രൂപല്ലേ? ചില സ്ഥലങ്ങൾക്ക് കണ്ണാടി പ്രതിഷ്ഠയാണ്. ഇപ്പൊ ശിവനെ അച്ഛനായി സങ്കല്പിക്കുന്നു, ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നു. ആ സിലിണ്ടറിക്കൽ രൂപം സൃഷ്ടിയുടെ പുരുഷന്റെ പ്രതീകവും, കണ്ണാടി രൂപം ത്രൈഡ രൂപം പ്രകൃതിയുടെ പ്രതീക. അച്ഛൻ ശിവനും അമ്മ ഭഗവതിയും. അത് ഇവിടെ ഈ കടുവുമായി ബന്ധപ്പെട്ട ദുർഗയുടെ സാന്നിധ്യം അതിനെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് അല്ല ഇവിടെ അമ്പലുണ്ട് സാന്നിധ്യം തന്ത്രി പറഞ്ഞിട്ടുള്ള അറിവാണ്. ഈ ഭൂമിയിൽ മുമ്പ് അമ്പലം ഒന്ന് ഇതാക്കിയിട്ട് ഭഗവതിക്ക് അല്ലെങ്കിൽ മനസ്സിലുണ്ട്. അതുകൊണ്ട് അതിനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചൊവ്വയ്ക്ക് നീചാംശം നീചത്തിൽ ആയത്തകളായിരുന്നു മഴ നനഞ്ഞിരിക്കുന്ന രൂപത്തിലായി. ശാസ്താവ് ചിലപ്പോൾ അങ്ങനെയാവാം. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഭഗവതിയെ ഇപ്പൊ നമ്മളൊരു സങ്കല്പാശ ദുർഗയായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആചരിക്കുക, അതിലൊരു മാറ്റമൊന്നും വരുത്തണ്ട. പക്ഷെ അയ്യപ്പൻ ഇല്ല. അയ്യപ്പൻ എന്താ പറയുക? അയ്യപ്പനോട് എന്താണെന്ന് പറയാ? ശരിക്കും അയ്യപ്പന് നിങ്ങൾ ഇവിടെ താവളം കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. ശബരിമലയ്ക്ക് പോണതൊക്കെ ആദ്യം പോയി എവിടെ ബ്രാഹ്മണ സങ്കേതം. അതിപ്പോ ഭഗവതിയെ നമ്മൾ കണ്ടോടെ മന്ദശാസ്ത്രാധികം ദൈവം സർപ്പഗണസ്കൃതാണ്. അപ്പൊ ആ അന്യം ശാസ്താവിന്റെ സാന്നിധ്യങ്ങളില്ല, നമ്മുടെ പ്രദേശത്തിലില്ല. ഭഗവതി ഉണ്ട് താൻ. അപ്പൊ നമ്മൾ ശാസ്താവിനെ ഒന്ന് ഭജിക്കുക. ഒന്ന് ചെയ്താൽ മണ്ഡലക്കാലത്ത് ഒരു അഖണ്ഡനാമം നടത്തിയാൽ മതി. കർക്കട്ടത്തിന് പൂജ ചെയ്യുക, പ്രീതി ചെയ്യുക. ഭാവിയിൽ അയ്യപ്പൻ വന്നോളേ. നല്ലൊരു ഭക്തിയുള്ള ഒരാൾ കൊണ്ട് പറയും എനിക്കൊരു അയ്യപ്പൻ്റെ അമ്പലം പറയാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്ന വെച്ചാൽ നമ്മൾ എന്താ പറയുക? തെറ്റേ അറിയാം അങ്ങനെ വരുന്നത്. അയ്യപ്പൻ ഇവിടെ വന്നിരിക്കും ഉറപ്പാണ്. അഖണ്ഡനാമം വേണം പുസ്തകത്തിൽ. ശാസ്താവിനെ പറ്റിയിട്ടുള്ള അഖണ്ഡനാമം അന്നത്തെ ദിവസം മന്ദിരത്തിൽ കൂടി അയ്യപ്പനെ തൽക്കാലം അത് മതി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ
ഇതേമാതിരി ഒരാൾ വരും, എന്ത് ചെയ്യും, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്, ഞാൻ അയ്യപ്പ ഭക്തനാണ്, എനിക്കൊരു അയ്യപ്പനെ കുടിയേച്ച തിരക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചുറ്റും. പക്ഷെ അയ്യപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ശിവൻ പിന്നെ ആൾറെഡി ഉണ്ട്, ഇല്ലത്തൊക്കെ അയ്യപ്പൻ ശിവനെ കാര്യങ്ങൾ ആവശ്യമില്ല. ഈ പ്രതിമ ഒക്കെ ആ പ്രതിമയ്ക്ക് ഇരിക്കാവുന്ന കണക്കിലല്ല അവിടുത്തെ സ്ത്രീകൾ. അതൊന്ന് അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വളരെ ചെറിയ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രീരാമന്റെ കഥ പറഞ്ഞ് ശ്രീരാമൻ അങ്ങോട്ട് പോകുമ്പോൾ താഴെ കൊടുത്തു, ഇങ്ങോട്ട് വരുമ്പോൾ സദ്യ കൊടുത്തു എന്ന പോലെ ഗണപതിയുടെ ശ്രീകോവിൽ മാറ്റണം. എന്നിട്ട് ആ ബിംബത്തിന് അനുസൃതമായ കണക്കിൽ ശ്രീകോവിലുണ്ടാവും. നിർബന്ധമാണ് അടുത്ത കർമ്മസമയത്ത് ചെയ്യണം. ഇപ്പൊ ഗണപതിയുടെ അനിഷ്ടം ഇവിടെ ആകെ ഒരു ഗ്രഹ അനിഷ്ടത്തിലുള്ളൂ. ആരാറിയാം? ഇപ്പൊ ശ്രീ ഗണേശനും പരിപാടി. അപ്പൊ ആ ശ്രീകോവിലും ബിംബവും തമ്മിലുള്ളതായ അനുപാതത്തിൽ ഇരിക്കുന്ന ഇതിന് തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ശ്രീകോവിൽ മാറ്റുക അതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു കോവിലുണ്ടാക്കി ഓമകൊണ്ടൊക്കെ മതി, മടപ്പലൊക്കെ മതി. പക്ഷെ ശ്രീകോവിൽ ചെയ്തില്ല. കാരണം ഇതിന്റെ ശുക്രൻ ഒരു ശുക്രന്റെ രാശി ഒരു അനുകൂലമായി കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ നാലാം ഭാവത്തിനായി ഗ്രഹമായ എല്ലാ സ്വത്തും ചെയ്യാൻ പറ്റും. ആ ഗ്രഹം ഏത് രാശിയിലാണ് വിളിച്ചത് അതാണ് താമ്പൂലാകുക. അപ്പോൾ വിഷയം എവിടെയാണെങ്കിൽ മുകൾഭാഗം ഇച്ചിരി ശേഷമാണെങ്കിൽ അടിഭാഗത്ത് തന്നെ ഈ വെറ്റില എണ്ണ. അപ്പോൾ ആ വെറ്റില 12 വെറ്റിലകൾ തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ ഈ ഗ്രഹം ഉദിച്ച രാശി പ്രധാനമായിട്ട് 12 ഭാവങ്ങളെ നമ്മൾ പറഞ്ഞ സാന്നിധ്യാദി വിഷയങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വെച്ച മുട്ടയുടെ എണ്ണം 15ആണ്. അതിനെ 2 കൊണ്ട് വെച്ചാൽ 30, 5 കൊണ്ട് അഗൈൻ കുടിച്ചു കഴിഞ്ഞാൽ 150, 1 കൂട്ടിയാൽ 151. അതിനെ 7 ഗ്രഹസംഖ്യകളായിട്ടുള്ള രാഹു ചെയ്ത് ഒഴിച്ച് നിർത്തിയാൽ ഗ്രഹങ്ങളെയാണ് എടുക്കുക. അപ്പോൾ 7 സംഖ്യകളെ കൊണ്ട് കൊടുത്താൽ ശിഷ്ടം വരുന്നത് 4ആണ്. അപ്പോൾ ആ 4 വന്നാൽ ബുധനാണ് വരിക. ബുധൻ ഗ്രഹമായി വന്നാൽ നല്ല ഫലമാണ്. ധനതോജ്ഞ ജീവമാണ്, ധനത്തെ ഉണ്ടാക്കുന്നതാണ്. ധനതോജ്ഞ ജീവ ബുധന് പ്രത്യേകിച്ചുള്ള ധനം പറയുന്നതിന് ഈ സാരസ്വത കലാംശത്തിനെ സൂചിപ്പിക്കുന്ന ധനം കൂടി ഉണ്ടാവുമെന്നുള്ള സൂചനകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ബുധൻ ഒന്ന് ഉദിച്ച നിൽക്കുന്ന രാശി മേടം രാശിയാണ്. ആ മേടമാണ് താമ്പൂലാകുക. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് അവിടെ മുതലുള്ള 12 കാര്യങ്ങളെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് മേടം രാശി താമ്പൂലാകുന്നതായിട്ട് അവിടെ വ്യാഴവും ബുധനും നിൽക്കുന്നുണ്ട്. ആ വ്യാഴം പഴയ കാലത്തുള്ള ബ്രാഹ്മണ ബന്ധം അല്ലേ, അത് ബന്ധപ്പെട്ട ഒരു വൈഷ്ണവകാലാംശം ഈ സാളഗ്രാമാദികളുടെ ബന്ധമൊക്കെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം. അതെ. പിന്നെ ലഗ്നത്തിൽ മേഷസ് ധാത്വാകര വിദ്യാപദേശവും ജഗാദേശ ഇന്നുണ്ടായിരുന്നു സ്ഥലം. അവിടെ പോയപ്പോ അവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായി. സമയം വൈകിയ ഒരു പ്രശ്നം ഉണ്ടായി. തിരിച്ച് ആനനെ ഇങ്ങോട്ട് വന്നു. അവിടെ പൂരത്തിന് നിന്നില്ല, ഉത്സവത്തിന് നിന്നില്ല. തിരിച്ചു ഇവിടെ വന്നപ്പോ ഇവിടെ മണ്ണത്തിൽ സെന്ററിൽ വന്നിട്ട് ആനയും തടമ്പും കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങണം. ഇത് കുളം നടക്കണല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ ഈ ഇവിടെ അതില് അന്ന് സംഘടനയായിട്ട് പോയാലൊരു എന്റെ പറമ്പിലെ വെച്ചു കാട് ഫലം കൊടുത്തതാണ് ഞാൻ പറയുന്നത്. കോലത്തിനും മത്സരത്തിനും കോലം കിട്ടിയില്ല. കോലം കിട്ടാതായപ്പോൾ കളമായിരുന്നു. ആന ചെന്ന് വിളിച്ചപ്പോൾ ആറ് പറഞ്ഞു പേര് നമ്മളൊക്കെ ആന ഇരിക്കുന്നു പറയാൻ ആന വിളിച്ച് കൊണ്ടുപോകും. ആന വിളിച്ച് വന്നിട്ട് ഇവിടെ എങ്ങനെ പൂരം അവസാനിക്കുന്ന ഒരു പിടിപാടില്ലാതെ അവര് കോലം കൊടുത്തില്ല. പക്ഷെ ദേവി അനപ്പത്ത് കയറിയിരുന്നു. ഇപ്പട്ടല്ലേ ഉള്ളത്. അത് കൊണ്ടുവന്ന ആളാരാ? മേളക്കാരൻ.
ദേവി ആനപ്പുറത്ത് എഴുന്നള്ളി ഇവിടുന്ന് പൂരം കൊണ്ടുപോകുന്ന പറയില്ലേ, ഇവിടുന്ന് പൂരം നമ്മുടെ ശരിയായിട്ട് കാര്യം പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ആന കൗണ്ടൻ്റെ അനിയനും അവിടെ കാക്കാൻകുട്ടി പറ്റുന്നത് ഇങ്ങനെ തർക്കമായി നമുക്ക് ശരിക്ക് വല്യാണിക്കല്ലേ കൊല്ലം തരുന്നത്. ഇത് അവർ തന്നില്ല, അവരൊക്കെ അത് തന്നില്ല, തന്നില്ല. അപ്പൊ അവർ തമ്മില് അവിടെ അടിപ്പിട്ട് അന്നൊക്കെ അടിപ്പിട്ടൊക്കെ ഉള്ളതാണ്, അടിപ്പിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഈ ആന കൗണ്ടൻ്റെ ആനയെ ഇങ്ങനെ തുറച്ചിട്ട് പോകുന്നതിൻ്റെ പിന്നാലെ മേളക്കാരും നമ്മുടെ ഇവിടുന്ന് പോയി ദേശക്കാരും ഇത് വന്നു. അന്ന് മണ്ണ് തിരിയൊരു ആലുണ്ടായിരുന്നു പണ്ട്. ആ ആലിന്റെ കടയ്ക്ക് ഇവരെല്ലാവരും വന്നു ആനയും അവിടെ മുങ്ങി. അന്ന് കൗണ്ടൻ്റെ ആന അതൊക്കെ വെച്ച് പോയി കാറ്റാനെ കുറിച്ച് എന്താട്ടെ അപ്പൊ ഇവിടെ എന്തുണ്ടായി മനുഷ്യൻ താമസിക്കാത്ത സ്ഥലത്താണ് ഒന്നിനെ കുതിരെ കൊണ്ടത് നല്ല ജമാരി സ്ഥലത്ത് നിലനിലോ അങ്ങനെ കുട്ടോ കുഴിയൊക്കെയുള്ള സ്ഥലത്ത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ലാലൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആ ആൽത്തറയിൽ ഒരാൾ ഇരിക്കുകയാണ്, ഒരു 75 കഴിഞ്ഞ ആൾ ഇരിക്കും. അയാൾ നല്ല നട്ടുച്ച നേരത്തെ ഇപ്പൊ നിങ്ങളുടെ തൃശ്ശൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ലാലൂരിന്റെ പുതിയ നമ്മുടെ തെക്കേമടല്ലേ വടക്കേമട നടുവിനോടാ. ഇപ്പൊ തെക്കേമടത്തിൽ മാത്രമേ സ്വാമിജിയുള്ളൂ. അവിടെ ചെല്ല ഒരു ക്ഷേത്രം പണിയൊക്കെ ഒരാൾ കാരണം നമുക്ക് വേറെ ആചരണം പാടില്ല. അപ്പൊ എന്തൊക്കെ ശ്രീതക്കം, സാവഗ്രാമം, ശംഖ്, രുദ്രാക്ഷം, കപാലം. അവര് ഭിക്ഷയാചിക്ക് എന്തിനറിയാം? ഭിക്ഷാപാത്രം ഏത് തരത്തിലുണ്ടാവും? നമുക്കൊന്ന് ചോദിക്കാം. അഹോരീസ്ന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? മുഴുവൻ ശൈവരാണ്, ഭക്ഷണമൊന്നും കഴിക്കില്ല. അങ്ങനെയുള്ള ഒരു അവധൂതൻ അന്തർധാനം ചെയ്ത സ്ഥലക്രിയാണത്. ശരിക്ക് ഈ പറഞ്ഞ ദൃഷ്ടി 9 ഈ ഭാഗത്തായിട്ട് എവിടെ ഈ ഭാഗത്ത് എന്താണ് കുട്ടുന്ന സ്ഥലത്ത് ഈ ഭാഗം ആരുടെ സ്ഥലമാണ്? ആ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ചൈതന്യം ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ക്ഷേത്രം വരാനുള്ള കാരണം. വ്യക്തിച്ച മനുഷ്യനല്ല. അവരടുത്ത് എന്താ പറയുക, ഇവരെ ഈ എന്താണ് ദുഃഖം പ്രതിഷ്ഠാദിയോ വൈകരീയോ ദിവാജാജന ദിവ്യജാതീകരീതേഹ ആ മണ്ഡലത്തിൽ മരുന്നുണ്ടാവും. തോന്നന്മാർ ചെയ്യുന്നതാ, അതായത് വിൽക്കാനൊന്നുമല്ല. ഇവിടെ വട്ടം ചെയ്യുന്നതാണ്. ഈ വട്ടുള്ളവരെ എന്തൊന്നും സംഭവിക്കില്ല. അങ്ങനെ പിന്നെ മേഡം നശിക്കുക എന്താ പറയാ, യൂതാന്റെ ഭാഗം നാസ്തിക ലോരനിഷ്ഠ. ഇതിലെ ആൾ ഒഴിഞ്ഞ സമയത്ത് ആൾക്കാർ കൂടെ മദ്യപാനം ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേ ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയുടെ ദ്യൂതം അന്നപാന രതി അങ്ങനത്തെ അശുദ്ധി ദൈവക്ക് ബാധിച്ചു. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂട് കളിക്കുക, ചീട്ട് കളിക്കാന്നൊക്കെ. അന്നപാന രതി എന്നത് തണ്ണിയടിക്കുക. അതിന്റെ അശുദ്ധി ഉണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ അനധികൃതമായിട്ട് തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇവിടെ വാതിലേക്കണ്ട നല്ല മനസ്സിലാക്കുക. അങ്ങനെ ഇങ്ങനെ ക്യാമറ വെക്കുക. ജീവിതാന്നവാനത നാസ്തിക ചോരനിശ്വം സ്ത്രീക ഗൂഢവിധ അസത്യരത പക്ഷേ വൃത്തികേടെന്നൊക്കെ ആരോ പേര് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എന്താണെന്ന് അറിയില്ല.
യൂതം അന്നപാന രതി എന്ന് പറഞ്ഞാൽ എന്താ മോശമല്ലേ അല്ലേ? അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണം. ആരാധന ആരെങ്കിലും കഴിക്കും. അത് അറിയാത്തവരായിരിക്കില്ല, അറിയണവരല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഒക്കെ ചില ശുദ്ധിയാദികൾ നമ്മൾ അശുദ്ധി ബാധിച്ചു. അമ്പലം പോയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തുറക്കുന്നവരെ എനിക്ക് ചാർജ്, പിന്നെ അതിന് ഞങ്ങൾക്ക് ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ദേവിയെ സാക്ഷിയാക്കിയിട്ട് ഈ വലിയ പണികൾ ചെയ്തത് എന്തൊക്കെ നിങ്ങളെ ഷൂട്ടിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല, സിനിമ ഷൂട്ടിങ്ങൊന്നും കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. അതെല്ലാം ചെയ്ത് ശരിക്കും ക്യാമറ ഇതിൻ്റെ ഉള്ളിലേക്ക് വരെ കാണിക്കും. നമ്മളെ ആവശ്യത്തിന് എന്തായാലും കൊടുക്കാം. ബിംബം കവർ ചെയ്യുന്ന രീതിയിലാണ്. കാരണം അതിനൊക്കെ ഒരു മാഗ്നറ്റിക് പവറുണ്ട്. ഇതിനൊക്കെ കൊപ്പി എടുക്കണം, വളരെ ശ്രദ്ധിക്കണം. ബിംബത്തിലേക്ക് വേണ്ട അശുദ്ധി ധാരാളം സംഭവിച്ചു. ആറാം ഭാവാധിപനാണ്, ബുധനാണ്. ബുധനായി രാഹുവായി സൂര്യനായി അങ്ങനെ കഴിയേ കഴിഞ്ഞില്ല. പിന്നെ എന്തായാലും ഭഗവത് ചൊവ്വ ലഗ്നാധിപനായ ചൊവ്വ ഭഗവത്വാംശത്തിലായതുകൊണ്ട് ഭഗവതിയുടെ ചൈതന്യം പൂർണ്ണമാണെന്ന് കണ്ടല്ലോ. ഇത് രണ്ടാം ഭാവം. അപ്പൊ എത്ര ആളുടെ കമ്മിറ്റിയിൽ അതിന് തമ്മിൽ തെറ്റിപ്പോയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ചിലത് കൊല്ലുന്ന കാണാം. ചെയ്യേണ്ടി അല്ല, നമ്മൾ കണ്ടിട്ടില്ല. പ്ലെയിൻ വേണോ അതിന് ശരി, അല്ല, വരുമാനം ഉണ്ടാക്കാൻ അമ്പലം ഉപയോഗിക്കുന്നത് ഇത് ഭക്തന്മാർക്ക് തൊഴാനുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരാളൊരു ഭക്തൻ വന്നിട്ട് പറയുകയാണ് ഇവിടെ വാതിൽ വെക്കാൻ ഞാൻ സൗകര്യം ചെയ്യാറുണ്ട്, നിങ്ങൾ അമ്പലത്തിന് പൈസ പറയാൻ ഒരിക്കലും വരുമാനം സാധനമല്ല അമ്പലം. അമ്പലത്തിന് വരുമാനം വേണ്ട, ഭക്തന്മാര് സമർപ്പിച്ചാൽ മതി. എന്താ പറയുക, ഹരവധം നടത്തുന്നത്. ഹരവധം നടത്തുമ്പോ ഹരനെ എങ്ങനെ പോയാലും ശ്രീരാമനെ കിട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചാൽ ഒരു മായ ആവുന്നതാണ്. ഹരന് തോന്നി ഇതാ രാമന് കൊടുത്തു, അപ്പൊ ഒരു അസുരൻ എത്തു. അടുത്ത നോക്കുന്നത് അതാ രാമൻ, അപ്പൊ രാമനെ കൊന്നു. അങ്ങനെ അസുരന്മാര് സ്വയം വെട്ടിവരിച്ചു രാമായണത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ പോലെ ഈ ദുരിതങ്ങൾ തീർന്ന് ഭഗവതി ചൈതന്യം വർദ്ധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നല്ല ഐക്യത വരും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ചെയ്യാനുള്ള അല്ല, കമ്മിറ്റിയിൽ ഒരു ഐക്യക്കുറവില്ല. നാട്ടുകാർക്കും ഉണ്ടാവില്ല. അന്യ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ വരുന്നത് പിന്നോട് ആരും നടന്നു. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ കുളിക്കാനും നിങ്ങൾ അവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കില്ല. ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് രാത്രി കഞ്ഞിയൊക്കെ കൊടുക്കും. കഞ്ഞി ചെറുപയറും കൊടുക്കും. മനസ്സില ഓരോ ദിവസം ഓരോരുത്തരും വകയൊക്കെ കൊടുക്കും. ഇപ്പൊ ധാരാളം ആൾക്കാർ വരും. അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആവശ്യം അതാണ് ആവശ്യം. അവരെ വിളിക്കണം, കുറച്ച് പണം ഭക്ഷണം എവിടെയും കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇടത്താവളുണ്ട്, പല സ്ഥലത്തും ഇടത്താവളം നമ്മൾ കാശ് കഴിയുന്നുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും. അതായത് കുറെ ഭക്തർക്ക് അറിയാതെ ഇവിടെ വന്ന് താമസിച്ചിട്ട് തീർച്ചയായിട്ടും നടക്കും. അപ്പൊ രണ്ടാം ഭാവം നന്നായി, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്റെ പേര് തരുന്നുണ്ട്. ബാബു പൈസ ഒക്കെ ഇവിടെ ഞങ്ങളെ എണ്ണാനാണ് കഴിക്കേണ്ടി വരും. ധാരാളം പൈസ, ധാരാളം പൈസ. കൊല്ലത്തിലൊരിക്കൽ ആളുകൾ തുലാമാസം 1-ാം തീയതി അന്ന് 4 ലക്ഷം ആളുകൾ. അതെന്താണ് ഇപ്പൊ പുറത്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മള് മധുസൂദനായിട്ടൊരു കവിയുണ്ട്, ഡോക്ടർ മധുസൂദൻ, നബി മധുസൂദൻ. അദ്ദേഹം കവിത എഴുതി 12 മക്കളൊക്കെ ഏറ്റവും സമയം. ആ കവിത ഈ നാരായണത്തുള്ള കുറിച്ചുള്ള
ഈ നാരായണപുരാന്തൻ കളിച്ചു വളർന്ന സ്ഥലമാണ് ഈ കുന്ന്. അങ്ങനെയാണ് അവിടെ കാണാനുള്ളത്. ആ കുന്നിന്റെ മുകളിലേക്ക് നാരായണപുരാന്തൻ കല്ലുരുട്ടിയത് പഴയ ഐതിഹ്യമുണ്ട്. ഏതാണ്ട് അതിന്റെ അടിയിലാണ് ആ മനി. ഈ കവിത വളരെ പ്രസിദ്ധമായി ലോകം മുഴുവൻ പ്രചരിച്ചു. ഇപ്പൊ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗത്തുള്ളത് ഒരു വർഷത്തിൽ 4 ലക്ഷം ആൾക്കാർ വന്നിരുന്നത് ഇപ്പൊ എന്നും ജനങ്ങൾ കയറുന്നുണ്ട്. പക്ഷെ ആചരണം അവിടെ ഒരു ദിവസം ഇപ്പോഴും കൊല്ലത്തിന് ദിവസം. അപ്പൊ ആള് വന്നോ വന്നില്ല, ഇതൊക്കെയാണ് വർദ്ധിച്ചാൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും കേട്ടോ. അതിന്റെ ഈ അകത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പുറത്ത് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ വാതിൽ വെക്കണം, സ്ഥലം പ്രൊട്ടക്ഷൻ ചെയ്യണം, പിന്നെ ചെയ്യേണ്ട താന്ത്രിക കർമ്മങ്ങളെ കുറിച്ച് ഞാൻ ചാപ്പ് വരും. അത് ചെയ്തിട്ട് ഇത്ര കാലത്തിനുള്ളതാകെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്തിരിക്കും. അത് ചെയ്യാം. ഈ വസ്തുമാരെ അവിടെ ഉപയോഗിക്കാം. ഇവിടെ കുടിയേറ്റാണ്. ഇവിടെ കുടിയേക്കാണെങ്കിൽ എവിടെ കയറിയോ ബുദ്ധിമുട്ടാണേ. പുതിയൊരു ഇവിടെ ഇരിക്കില്ല. പുതിയൊരു എതിര് പക്ഷത്തിന്റെ പ്രതിപക്ഷത്തെ ഇരിക്കില്ലോ. ഇവിടെ ആക്കിയിട്ട് വരും. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കാര്യമില്ലേ, ഇവിടെ മണപ്പരല്ലേ, ഇവിടെ എവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ അശ്വതി ഭരണി കാർത്തിക ഏതെങ്കിലും ദിവസം കൊടുത്ത് പോയി അതുപോലെ തൊഴിൽ പട്ട് ചാക്കി മുസ്ലിമാർക്ക് തവിട് കയറി ക്ഷേത്രകാലിന് ഇഞ്ചിക്കറി തണ്ണീരാമൊക്കെ സേവിച്ചു കഴിഞ്ഞു. അല്ല, തവിട് വെച്ചാൽ മതി. ഈ മുസ്ലിമാർക്ക് തവിട് വതറില്ല, തിരുമലത്തിന് തവിടൊക്കെ വതറില്ല, ആ ബിംബത്തിന്റെ അവിടെ വതറില്ല. ചില സമുദായങ്ങളൊക്കെ ഇപ്പോഴും പാലക്കാട് തൃശ്ശൂർ ജില്ലയിലുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ വേണം. അത് സങ്കല്പം വേണം. തൃശ്ശൂരിമാലേക്ക് സങ്കല്പം വേണം. അത് വിദ്യാലയം പറ്റില്ല. ഈ ആരിന്റെ ചോട്ടിൽ വല്ലെന്നുള്ള ആരിന്റെ ചോട്ടില് വിളക്ക് വെക്കും. അത് ഇല്ലെന്നറിയിട്ട് ഇല്ലെന്നറിയുടെ സമയത്ത് വിളക്കും നെല്ല് കൊണ്ടുപോയി വെച്ച് അവിടെ ഒരു പൂജ നടത്തി അതിനെ ചുറ്റി നമ്മൾ അവിടെ കനയിൽ വെച്ച് കതിൽ കൊണ്ടുവരും. വിളക്കും വിളക്ക് വേറെ കൈ പിടിച്ച് വരാറുണ്ട്. അതൊരു സംരക്ഷിക്കാം. അവിടെ ഒരു കരിവിളക്ക് വെക്കേണ്ടതാണ്. ഒരു കരിവിളക്ക് നടക്കുക. ഒരു കല്ലിന്റെ വിളക്ക് വെക്കുക. അവിടെ ചില ആൾക്കാരുണ്ട് ഭഗവതിയെ സേവിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ടാവും. വെച്ചാൽ മതി. നമ്മുടെ വൈകുന്നേരം നേരത്തെ ആരോടെങ്കിലും തിരി കൊണ്ടൊക്കെ പറഞ്ഞു. അവിടെയാണ് നമ്മളെ ഈ പറഞ്ഞ ആള് എവിടെ നഷ്ടമില്ല. 100 വർഷം മുമ്പ് വന്നിട്ടൊരു സ്വാമി അല്ലേ? അവധൂതൻ. അല്ല, 85 കൊല്ലം 88 3 ചെറിയ ത്രികോണം ഉണ്ടാവും. ആ വെളിച്ചപ്പാട്ടറിയൊക്കെ 3 ചെറിയ ത്രികോണം. ഒന്ന് കരിക്കുട്ടി, ഒന്ന് വിഷ്ണുമായ, ഒന്ന് വീരഭദ്രൻ. മുത്തപ്പന്റെ ഉള്ളിൽ വെച്ച് ചെയ്യാം. മുത്തപ്പന്റെ പൂജയുടെ സമയത്ത് വലിപ്പം ധരിച്ചാണ്. അതാണ് സൂര്യനെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു ദിവസം പക്ഷെ വിഷ്ണുമായിക്കും കരിക്കുട്ടിക്കും വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതെന്ത് ചെയ്യാൻ അപ്പുറത്തല്ലേ, മതിലിന്റെ പുറത്തല്ലേ ചെയ്യണം. അത് വെളിച്ചപ്പാടാ ചെയ്യാ. ഇവിടെ നാളെ ചെയ്താൽ മതി. അവിടെ വീട്ടിന്റെ ഇവിടെ കൊല്ലത്തിലായിരിക്കും. മുത്തപ്പനും കരിക്കുട്ടിക്കും വീരഭദ്രനും ഒറ്റയടിക്കുകയാണ്. ഒരേ സാധനം കൊടുത്താൽ അതെന്താ നിങ്ങൾ ചെയ്യാൻ ആദ്യമായി ഇത് വേണമെന്ന് പറയും. അപ്പൊ അതിപ്പോ അവിടെ മുത്തപ്പന്റെ അടുത്തന്നെ വെച്ചു. വേറെ പോകുന്നില്ല.
അവിടെ ചീനുണ്ട്. അതിപ്പോ കോമരം വന്നില്ലെങ്കിൽ ഞാൻ മുത്തപ്പന് കൊടുക്കുന്ന സമയത്ത് കൊടുത്തിരിക്കും ഞാൻ തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ ബ്രാഹ്മണ സഭ 9 അഷ്ടമാധിപനാഗ്രഹം ചൊവ്വയിലൊക്കെ നീച്ചത്തിലേക്ക് പരദേവതാ ഭഗവതി അപ്പൊ പ്രതിമാഷ്ടമേനജാമായി കല്യാണ മണ്ഡപം എന്നല്ല നിങ്ങളെ ശരിക്കും പറയുന്നത് ഊട്ടുവരാന്നാണ്. കല്യാണ മണ്ഡപമല്ല. ഇനി കല്യാണത്തിലേക്ക് വരിക. കല്യാണം നടത്തുകയാണെങ്കിൽ ഇവിടുന്ന് താലി മാലയൊക്കെ വാങ്ങി പൂജിച്ചു വാങ്ങി അവിടെ വെച്ചിട്ടാണ് താലി കിട്ടുന്നത്. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിൽ താലി കെട്ടാൻ പാടില്ല. ചിലര് അമ്പലത്തിൽ വെച്ച് താലി കെട്ടണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി തരാം. ഈ പിന്നെ ഇതിനൊരു കണക്കാക്കുക. എവിടെ അമ്പലത്തിന്റെ അതിന്റെ അതിർത്തി കണക്കാക്കുക. കിഴക്ക് ഭാഗത്തും അപ്പുറത്തെ ഒരു താൽക്കാലിക മണ്ഡപം ഉണ്ടാകും. ഇവിടെ താങ്കൾ ഈ ഇതിന്റെ കാര്യം ഇതിന്റെ അപ്പുറത്ത് മരം കൊണ്ടുള്ള ഒരു മണ്ഡപം ഉണ്ടാക്കിയിട്ട് താലികെട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അതാണ് അതിന്റെ നിയമം. ഇവിടുന്ന് താലി പാല് പൊതിച്ച് മേടിച്ച് നിങ്ങൾ 2-3 വ്യക്തി ഉണ്ടാക്കിയാൽ മതി. എന്ത് ചെയ്യാം? അതിന്റെ മുകളിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മണ്ഡപത്തിൽ വെച്ച് ചെയ്യാം. ഇതിന്റെ ഉള്ളില് താലി കെട്ടാൻ പാടില്ല. ഇവിടെ താലി കെട്ടാൻ പാടില്ല. അല്ല മണ്ഡപം ഇപ്പൊ പണിതേന് ചെയ്യാന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഇവിടെ താലി കെട്ട് നടക്കുന്നുണ്ട്. ഭക്തർക്ക് സംശയം, ഒരു ഭക്തരുടെ ഒരു മകളെ ഇവിടെ വെച്ച് കെട്ടണം എന്നുള്ള ഒരു മോഹം ഉണ്ടാവുമല്ലോ കുട്ടികളുടെ. അപ്പൊ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ് താൽക്കാലിക മണ്ഡപം ഉണ്ടാക്കുക. കല്യാണമുള്ള ദിവസം അത് കൂട്ടുക, അത് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അല്ല ദിവസത്തിന്റെ അല്ലാതെ അല്ല ഭക്തരെ ചിലവരുടെ അമ്മമാര് അല്ല ആദ്യം താലി മാലി വാങ്ങിച്ചു വെക്കുക, ശാന്തികാരം പൂജിക്കുക, എന്നിട്ട് വെളിച്ചപ്പാടോ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയിട്ട് കാലം കൊടുക്കുക. ഈ മണ്ഡപം കൂട്ടിയതിന്റെ മുകളിൽ മാലിടുന്ന നേരെ ചടങ്ങൊക്കെ അവിടെ എവിടെ മണ്ഡപത്തിൽ വെച്ചു. അപ്പൊ അതിന്റെ പേര് ഊട്ടുവരാന്നുണ്ടോ? മണ്ഡപല്ലേ ഊട്ടുവരാന്നാണ്. ഊട്ടുവരയ്ക്ക് പേരിടുക, 3 പേരിട്ട് തറപ്പെടുക്കുക, അതിന്റെ പേര് എത്തിക്കുക. കൃത്യമായ സ്ഥലത്ത് അടുക്കള വേണം, കൃത്യമായ സ്ഥലത്ത് എൻട്രൻസ് വേണം. അതിന്റെ ആകെ ചുറ്റു കണക്ക് എത്ര കോല് ചുറ്റോ ഇതാ അതായില്ലേ. എന്തുകൊണ്ട് എന്തെങ്കിലും ചിന്തിക്കുക? കാര്യം മറ്റതിലൊന്നായി ചിന്തിക്കുക. മഠം മുതലായ കാര്യങ്ങളെ അക്ഷണം കൊണ്ടാ ചിന്തിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി വരും, 2 ആൾ വേണം. എന്താ കാരണം അറിയോ? കല്യാണ മണ്ഡപമൊക്കെ വന്നാൽ അനാശാസ്യമായ കാര്യങ്ങൾക്ക് സാധ്യതകളുണ്ടാകും. അപ്പൊ അതിന് തുറന്നു കൊടുക്കാനും താക്കോല് കൊടുക്കാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ സ്റ്റാഫൊക്കെ വേണ്ടി വരും. സെക്യൂരിറ്റി കം സ്റ്റാഫ് 2 ആൾ മാറി മാറി ചെയ്യാൻ തരത്തിൽ വേണ്ടി വരും. അടുക്കള കാര്യം ശ്രദ്ധിക്കണം. അതായില്ലേ. 8-ാം ഭാവം ചൊവ്വ, എഴുന്നള്ളിനെ കുറിച്ച് പറഞ്ഞു, സൂര്യനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ദീപസ്തംഭത്തിൽ മാത്രമേ ഉള്ളൂ. ലോഹത്തിന്റെ ആവാം, കരിങ്കല്ലിന്റെ ആവാം. കരിങ്കല്ലും ആവാം കേട്ടോ. ചുറ്റുവിളക്ക് നടത്തണമെന്ന് വിചാരിക്കുക. ഇതിന് മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ള വിളക്ക് മാറുണ്ടാക്കണം. മണ്ഡലക്കാലത്ത് ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞില്ലേ? വിളക്ക് മാറെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് വിളക്കുകളായി നിർമ്മിക്കുക. ഈ തൂക്കിയുടെ അപകടം ഇത് ശരിയല്ല, ഇത് സേഫല്ല, ഇത് വേണ്ടേ. നമുക്ക് എന്തായാലും വിളക്കുമാടം വേണം. വിളക്കുമാടം നിർബന്ധമാണ്. കാണാനും നല്ല ഭംഗിയുണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അത് ഇതിന്റെ മുകളിൽ തൂക്കിയിട്ടല്ല വെക്കണം. നിങ്ങളപ്പോ തൂക്കിയിട്ടിരിക്കുക. ഈ തൂക്കിയുടെ വിളക്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉരുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം ഉണ്ടാക്കാം, സുഖമായിട്ടുണ്ടാക്കാം. മരത്തിന്റെ സ്റ്റാൻഡിന്റെ മുകളിൽ പിടിച്ചാൽ മതി. എന്നിട്ട് അതാണ് ഒരു 5 വരി. ഇത് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ നമുക്ക് ചുറ്റുവിളക്ക്
ചുറ്റുവിളക്കിന്റെ അന്ന് വൈകുന്നേരത്ത് വെളിച്ചപ്പാട് പറഞ്ഞില്ല. ചുറ്റുവിളക്കിന്റെ വൈകുന്നേരത്ത് അത്താഴ പൂജ കഴിഞ്ഞാൽ ഒന്ന് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കുക, ഒരു അരി എറിയുക, അത് വെളിച്ചപ്പാട് വെച്ചാൽ മതി. ഇദ്ദേഹത്തിനൊരു വരുമാനവും മണ്ഡലകാലത്തെ കേട്ടോ. ബുദ്ധിമുട്ടാ ശരിയാവും. പിന്നെ ആ 7 ദിവസം നിങ്ങളെ പറഞ്ഞ മാതിരി ഈ ഉത്സവകാലത്തും ഈ ചുറ്റുവിളക്ക് വേണം. ഈ കലാപരിപാടിയുടെ മുമ്പായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് വേണേ. അവസാന ദിവസം പാട്ട് ഇത് വേണേ. അത്താഴപൂജ കഴിഞ്ഞ് വെളിച്ചപ്പാട് കെട്ടി തിരിച്ച് വന്ന് ഭഗവതിയെ ഒരു തിരികെ എഴുന്നള്ളിച്ച് മേൽശാന്തിയെ പിടിച്ച് ഒരു 3 പ്രദക്ഷിണം. വാദ്യം ഉണ്ടാവും, എന്തെങ്കിലും ഒരു വാദ്യം വേണ്ട. ഒരു വാദ്യം ഉണ്ടായാലും മതി. ഇനി ഇല്ലെങ്കിലും വിരോധമില്ല കേട്ടാ, ഇല്ലെങ്കിലും വിരോധമില്ല. ഒന്ന് പുറത്ത് 3 പ്രാവശ്യം പ്രദക്ഷിണം കഴിഞ്ഞ് നാളികേരം എറിയാം. ഒരു നാളികേരം ഇത് കഴിഞ്ഞാൽ 3ാമത്തെ വർക്ക് കഴിഞ്ഞാൽ ഒരു കല്ല് വെച്ച് ഒരു നാളികേരം എറിയാം. അത് വെളിച്ചപ്പാട് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ഒരാൾ ചെയ്യാം. ശാന്തി കൊടുത്താൽ മതി. അതൊരു ബലിയും, നാളികേരം ഒരു ബലിയാണ് കേട്ടോ. വേട്ടേക്കറിന്റെ ക്ഷേത്രങ്ങളിൽ കാവുകളിൽ ഉച്ചോട് കഴിഞ്ഞാൽ നാളികേരം അറിയും. നാളികേരം കൂട്ടാം. അതായത് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഭക്തന്മാർ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ നടയിൽ എന്നൊക്കെ പറഞ്ഞ് 3 പ്രദക്ഷിണം കഴിഞ്ഞ് അപ്പൊ ആ ഭഗവതി അവിടെ ഒരു ചലനം വരികയാണ്. ആ സ്ഥിരമായി ഉറങ്ങിക്കിടക്കുന്ന ആ ഭഗവതി ഒരു ചലനാത്മകമായ അവസ്ഥയിലേക്ക് വരും. അതാണ് അതിന്റെ ഉദ്ദേശം. അത് രണ്ടും വേണം. ഞാൻ ചാർട്ട് എഴുതരാം. ഇപ്പോൾ വെളിച്ചപ്പാടിന്റെ ദിവസം ശാരീരിക അസ്വസ്ഥന്റെ വയ്യുമ്പോൾ അദ്ദേഹത്തിന് സൗകര്യമുള്ള ആളുകൊണ്ട് അത് ചെയ്യിക്കാം. അറിയുന്ന ആൾക്കാർ ഇഷ്ടമായി. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ യാതൊരു ആളുമില്ല, ഇഷ്ടമായി ആൾക്കാർ ഒരാള്. പക്ഷെ സ്ഥിരം ഇദ്ദേഹം എന്നാ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നു പറയണോ അവിടെ നമ്മൾ വേറൊരാളെ അന്വേഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യും. അദ്ദേഹത്തിന് വയ്യ, എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് കൊടുത്ത് അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും ഭഗവതിന്റെ ഒരു വരുമാനത്തിനുള്ള രീതിയൊക്കെ അതൊക്കെ നിങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യണം. കാരണം ഇവിടുത്തെ ദേവിയുടെ ഭക്തനായിട്ട് എത്രമല്ലായി അതല്ലേ 41 പറഞ്ഞയക്കാനുള്ള തീരുമാനമില്ല. ഞാൻ ഉദ്ദേശമല്ല. അദ്ദേഹം പറയാം എനിക്കിതിന് വയ്യ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അറിയോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു ഒരു ഇവന്റ് സംഘടിപ്പിച്ച് വെളിച്ചപ്പാടിന് ഒരു യാത്രയയപ്പ്, എന്നിട്ട് അദ്ദേഹത്തിന് പണക്കൈ കൊടുത്ത് അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഖ്യ മാസത്തിൽ കൊടുക്കാവുന്ന സംവിധാനത്തിൽ. പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളെ നമുക്ക് അപ്പോയിന്റും ചെയ്യാം. അദ്ദേഹം പറയുന്ന ആൾ മതി എന്ന് വെളിച്ചപ്പാട് പറയും, ആളെ കൊടുക്കാം. അങ്ങനെയൊക്കെ ഇരിക്കണം എന്റെ സംവിധാനം കേട്ടോ. അല്ല നമ്മൾ പോകുന്ന ആൾക്കാരെ തൊട്ടിക്കോ. അങ്ങനെ പുറത്ത് നടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണത്തിന് ടാക്സി പോണെ വിളിച്ചിട്ട് ഇവിടെ വെളിച്ചപ്പാടാക്കി ബുദ്ധിമുട്ടാവില്ല. അവനുണ്ടാവും മുടിയൊക്കെ. കല്യാണ പരിപാടിക്ക് പോണവർക്കൊക്കെ മുടിയിട്ടേ. ഇതിൽ പാട്ട് പാടുന്ന മറ്റേ പാട്ടാണ് ഇത്. എന്താ മറ്റേ പാട്ടുകളൊക്കെ പാടുന്ന ആൾക്കാരൊന്നും പറ്റില്ല. ഉച്ച ദീക്ഷകളുള്ള ആൾക്കാർ വേണം. 8ാം ഭാവമായില്ലേ, 9ആയില്ലേ, 9 ശുക്രനായില്ലേ. പിന്നെ 10ാം ഭാവത്തിലാണ് മണ്ഡപം മുതലായ കാര്യങ്ങൾ, വെള്ളം. അപ്പൊ നമുക്ക് ഇതിനൊരു കോമ്പൗണ്ട് വാൾ എന്തായാലും വേണം. തെക്ക് ഭാഗത്ത് മതിൽ വേണം. കല്യാണം കൊണ്ട് വരെ എന്തായാലും തെക്ക് ഭാഗത്ത് മതിൽ വേണം കേട്ടോ. കാരണം മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല. ആര് വന്നു, എങ്ങനെ വന്നു, എന്തിനൊന്നും നമുക്കൊന്നും അറിയില്ല. ചന്ദ്രന്റെ ചുവട ദൃഷ്ടി എന്താ പറയുക? മീനക്കാലം ക്ഷേത്രത്തിൽ ചുവട ദൃഷ്ടിയാണ്. എന്താ പറയാ? ജ്ഞാപ്യുർവേശ നരേന്ദ്ര പണ്ഡിത കാശിന് വിഷമം ഉണ്ടാവില്ല. ചുറ്റുവളത്തൊക്കെ തുടങ്ങിയാലേ നമുക്ക് ഇഷ്ടംമാരി നല്ല കെട്ടിരിപ്പുണ്ടാവുള്ളൂ. ധനീന്നാണ്. എന്റെ കല്യാണത്തിന് തോന്നിയ പൈസ അല്ല, കല്യാണത്തിന് തുറക്കുക. കല്യാണം ക്ഷേത്ര നട തുറന്നിരിക്കുമ്പോഴേ പാടുള്ളൂ. അത് കഴിഞ്ഞ് അമ്പല നട നിൽക്കുന്ന സമയത്ത് പാടില്ല. നമ്മള് ജോസിനെ എഴുതി കൊടുത്തു 12:30 മണിക്ക് മുഹൂർത്തം എഴുതി കൊടുത്താൽ നിങ്ങൾ ഇവിടെ നട തുറന്നിരിക്കാൻ പാടില്ല. അവിടെ 10:30 ക്ലോസ് ചെയ്യും. അതിന്റെ മുമ്പ് നിങ്ങൾ നടത്തിയിരിക്കണം. ചോറും നട അടച്ച് തുറന്നിരിക്കുമ്പോഴേ ചെയ്യാവൂ. ഞങ്ങൾ ജോസിമാര് പല എഴുതി കൊടുക്കും. ഞങ്ങളെ നല്ല സമയം നോക്കി എഴുതി കൊടുക്കും. അപ്പൊ അമ്പലത്തിലാകുമ്പോൾ തോന്നുന്നില്ല. അപ്പൊ അത് നിങ്ങൾ പറയണം, എഴുതി വെക്കണം. കല്യാണം നേരം കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പാടില്ല. കല്യാണ മണ്ഡപം ഉണ്ടാകെ 100 വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ബൈല വേണം. അതിൻ്റെ ഉള്ളിൽ ഇത് പാടില്ല ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനുള്ള ഇങ്ങനെ രീതിയിലാവാൻ പാടുള്ളൂ. ഒരു ബൈല ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കണം. എന്ത് ഇപ്പൊ എല്ലാ കല്യാണത്തിനും ഒരു ബോർഡ് എന്താ അറിയോ?
നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളും മറ്റും വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുക. അതായത് ഈ കല്യാണ മണ്ഡപങ്ങളിൽ കല്യാണ ദിവസം കുട്ടികളുടെ കയ്യിൽ നിന്ന് കൈച്ചെയിനും വളയും മാലിയും മോഷ്ടിക്കുന്ന ഒരു സംഘം ധാരാളം ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ അത് അവർക്ക് അറിയാം കൊണ്ടുപോയിട്ട് അത് പോയാൽ നമുക്ക് നമ്മുടെ അമ്പലത്തിന്റെ ഒത്തുവരെയാണ്. പിന്നെ അതേമാതിരി വിശേഷ ദിവസങ്ങൾ, ഇവിടുത്തെ വിശേഷ ദിവസം അതിനാണ് ആളുകൾ വന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠാദിനത്തിന്റെ അവിടെ കല്യാണം കൊടുക്കരുത്, മനസ്സിലായോ? ഇവിടെ പാട്ടിന്റെ നാളം കൊടുക്കരുത്. അപ്പൊ രണ്ടുകൂടി ആകാൻ ഉണ്ടാവും. നമ്മുടെ ഒഴിവുള്ള ദിവസം നമ്മുടെ കലണ്ടർ നമ്മള് പഞ്ചാംഗം വാങ്ങി വീക്ഷിക്കുക. നമ്മുടെ വിശേഷ ദിവസം കമ്പനിക്കപ്പോൾ അവിടെ എഴുതി വയ്ക്കുക. ആ ദിവസം അല്ലാത്ത ദിവസങ്ങളെ കൊടുക്കാം. അതൊക്കെയാണ് അതിന്റെ 10ാം ഭാവത്തിന്റെ ചന്ദ്രന്റെ. പിന്നെ അയ്യപ്പന് മണ്ഡലകാലത്ത് ഒരു ദിവസത്തെ അഖണ്ഡനാമം നിങ്ങൾ അതിപ്പോൾ അതിങ്ങനെ മതി. ഉദയാളം നേരത്തെ ഉദയാളം രാവിലെ വെച്ച് വൈകുന്നേരം വരെ മതി. അസ്തമനത്തോടു കൂടി കഴിക്കാം. ഭൂതനാഥസാധാരണ ശരിയാവും. അത് വേണ്ടാവേ. വലിയ രീതിയിലേക്ക് ഉത്സവമൊക്കെ തുടങ്ങണ്ട. നിങ്ങൾ ചെയ്യുന്ന ഉത്സവം തന്നെ ധാരാളമാണ്. അല്ലല്ല ആ ഇല്ലത്തേണ് ആര്യവിടെ നല്ലത്. പണ്ട് ഇവിടെ നശിച്ചു പോയ ഇല്ലത്തേണ് അയ്യപ്പനും ശിവനും ഭഗവതി. ആ ഭഗവതിയുടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ദുർഗയായിട്ട് കൂടിയിട്ടുണ്ട്. ഒരു 19 വർഷത്തിനുള്ളിൽ ഇവിടെ നീര് ഒന്ന് വരണ്ടായിരുന്നു. നീര് ചന്ദ്രൻ ഈ കിഡ്നി ഫെയിലിയർ കൊണ്ടൊക്കെ മരിക്കണ്ടായിരുന്നു ആൾക്കാർ. അല്ലെങ്കിൽ ലിവർ നീര് വന്നാൽ മതിയില്ല. മതി. പിന്നെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു. ശരി. പിന്നെ 11ാം ഭാവം. 11ാം ഭാവത്തിലേക്ക് ശരി എന്താ റേറ്റാണ്? അപ്പൊ മദീനേന പടയന സംഹിത അല്ലേ? ഈ വെളിച്ചപ്പാട്ടിലുള്ള സാധനങ്ങളൊക്കെ പാടില്ലേ? ചേരമ്പ്, അരമണി, വാള ഒക്കെ ഭദ്രമായി സൂക്ഷിക്കണം. സൂര്യൻ അതിന്റെ സൂര്യനാംശം ഇവിടെ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? പാത്രങ്ങളൊക്കെ അത്യാവശ്യത്തിന് പെടില്ലേ? നമുക്ക് ഈ വീട്ടുവരെ വന്നാൽ ഈ പാത്രങ്ങളൊക്കെ വേണ്ടി പാത്രങ്ങള്, സ്റ്റൗവ് ഉണ്ടായ സാധനങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യിക്കാം. ആവശ്യത്തിന് ഇങ്ങനെ സാധനങ്ങൾക്ക് ആൾക്കാർക്ക് കൊടുക്കാം. ഇതൊന്നുമില്ല. ചന്ദ്രനെ ശിഖാഭിഷേകധാരാദ്യാമല്ലേ? ശിഖാഭിഷേകധാരാദ്യ അല്ലേ? അപ്പോ ഈ പ്രത്യേകമായി മാസത്തിലൊരിക്കൽ കരിങ്കൽ വിഗ്രഹമായതുകൊണ്ട് എണ്ണ അഭിഷേകം ചെയ്യാം. നല്ലെണ്ണ ഇഞ്ചി വാചകമായിട്ട് കഴുകുക. അതുപോലെ ഇളനീരും പാലും ഇളനീരും ശുദ്ധീകരിച്ച് വരും. മാസത്തിലൊരിക്കൽ ചൈതന്യം വർദ്ധിക്കും. പിന്നെ ഈ ചന്ദ്രൻ ഔഷധകാരകനാണ്. ഈ ചന്ദ്രൻ കഞ്ഞിയുടെ കാരകനാണ്. കർക്കിടമാസത്തിലൊക്കെ ഒരു ദിവസം ഔഷധ കഞ്ഞി ചൈതന്യം ഉണ്ട് ഇവിടെ. നല്ല ഗുണമുണ്ട്. ഇവിടെ ആകെ ചതുക്കുന്നില്ലാന്നു പറഞ്ഞില്ല. നമുക്ക് പറഞ്ഞില്ല. പിന്നെ ഇവിടെ എങ്ങനെ ചുറ്റിപ്പറ്റി എന്ന് പറഞ്ഞ കുറച്ച് വയസ്സായ ഒരു സ്ത്രീ, അനാഥ ഒരു സ്ത്രീയുടെ ഒരു ആത്മാവ് കാണുന്നുണ്ട്. അതാരാ? ഒരു അനാഥത്വം. ഒരു സ്ത്രീ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരിക, അവിടെ ഇരിക്കുക, അയച്ചു വരിക, അനാഥയല്ല അത്. എന്നാലും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിലും വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചി മാത്രമേ ഉള്ളൂ. അനാഥയല്ല. എന്നാലും അല്ല, അനാഥ വേണ്ട. ദേവിയോട് അടുപ്പുള്ള ഒരമ്മ, സ്ത്രീ അല്ല, ഒരമ്മ.
മരിക്കുന്നുണ്ട് പ്രായം ഒരു അമ്മാന്ന് വെച്ചാൽ ചന്ദ്രനാണ് ചന്ദ്രൻ എന്താ യക്ഷിയോ ഇവിടെ ഇപ്പൊ എന്ത് മരം അവിടെ നിൽക്കുന്നത് ആലോ അതെ ആലയൊക്കെ ഉണ്ടല്ലേ ആചാര്യ നമ്മള് അവിടെ നിന്ന് നോക്കുമ്പോ ആലിന്റെ വേര് പോയിട്ട് ബിൽഡിങ്ങിന്റെ പാലയുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അത് ഞാൻ ആചാര്യോട് ചോദിച്ചിട്ട് വേണം. അതെന്താ ഇതിന്റെ ആ പാമ്പുകാവിന്റെ അവിടെ നമ്മൾ നേരേക്കണം പറഞ്ഞില്ല, ആ നേരേക്കണ ആവശ്യമില്ലാത്ത വേരൊക്കെ മുറിക്കാം. അല്ല അത് മൊത്തം മുറിച്ചിട്ട് അല്ലെങ്കിൽ വേര് കംപ്ലീറ്റ് നവീകരണ സമയത്ത് ദേവിയുടെ ഒരു നാഗങ്ങളുടെ അടുത്തൊരു പൂജ ചെയ്ത് സമർപ്പിച്ചതിന്റെ ശേഷം അനിത്യമായി ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ചർച്ച ബാക്കി നാളെ പറഞ്ഞേ. എന്തെങ്കിലും സംശയങ്ങളൊന്നും ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ നാളെ ചോദിച്ചാൽ നിങ്ങളൊന്ന് വൈകുന്നേരത്തെ ഗണപതി പൊളിച്ച് രക്ഷസിന്റെ പുതിയ കുടിയൊപ്പം ഒക്കെ ബുദ്ധിമുട്ടാനേ. പുതിയ കുടിയൊപ്പ് വേണ്ട. പിന്നെ വേറൊരു കാര്യമേ അത് പറഞ്ഞു, ഈ ശാസ്താവ് ബ്രാഹ്മണൻ ഉപാസിക്കുന്ന ശാസ്താവ് ശബരിമല ശാസ്താവല്ല. ശബരിമല ശാസ്താവല്ല. ആ ശാസ്താവ് ഒരു മകനോടും ഭാര്യയോടും കൂടി 3 പുഴയിട്ട് ഇരിക്കുകയാണ്. മറ്റേ ഈ ഇരിക്കുന്ന കഴിഞ്ഞിട്ട് മോള് വെച്ചിരിക്കുന്ന അയ്യപ്പനല്ല. അപ്പൊ അതിന് സംവിധാനമൊക്കെ മാറും. അപ്പൊ നമുക്ക് സർപ്പത്തിന്റെ ഗണങ്ങൾക്ക് കുടിക്കുന്ന രക്തേശിക്ക് പണിയുടെ നിരോധന മറ്റൊരു പാലിച്ചു നമ്മുടെ മണ്ഡലത്തിൽ ഒരു അഖണ്ഡനാമം നടത്തും ഭംഗിയായി. അത് അന്നത്തെ ദിവസം കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി സമീപന സീസണിലുള്ള സമയത്ത് നടത്തുന്നത്. അത് മാത്രം ചെയ്താൽ മതി അയ്യപ്പൻ പ്രീതി.